ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ ഗീത മാതാജി. ഹരേ കൃഷ്ണ സതി മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ സവിത മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഭഗവത്ഗീത യഥാരൂപം കർമ്മയോഗം, മൂന്നാമത്തെ അധ്യായം കർമ്മയോഗം. അതിൽ 26, 27, 28 3 ശ്ലോകങ്ങളാണ് എടുക്കാണ്ട് വന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അംബിക മാതാജി എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാതാജി ഗുരുവായൂരമ്പലത്തിൽ പോയിരുന്നു. അപ്പം മാതാജി ഇന്ന് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പം മാതാജിയുടെ ക്ലാസ് ആസ്വദിക്കാം. ഹരിബോൾ. 26ാമത്തെ ശ്ലോകം ഞാൻ അംബിക മാതാജി. സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ന ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ന ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ഹരേ കൃഷ്ണ. അജ്ഞന്മാരായ കർമ്മസംഗിനാം കർമ്മസക്തന്മാർക്ക് ബുദ്ധിഭേദത്തെ ജനയേത് ജനിപ്പിക്കരുത്, വിദ്വാൻ ജ്ഞാനി, യുക്തനായിട്ട്, സർവകർമാണി സർവകർമ്മങ്ങളെയും, സമാചരിക്കുന്നവനായി, ജോഷയേത് ചെയ്യിപ്പിക്കണം. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദ് കി ജയ്. വേദശ്ച സർവൈരഹമേവ വേദ്യ. ഇതാണ് എല്ലാ വൈദിക ക്രിയകളുടെയും ലക്ഷ്യം. വേദോക്തങ്ങളായ എല്ലാ ചടങ്ങുകളും യജ്ഞാനുഷ്ഠാനങ്ങളും ഭൗതിക കർമ്മങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കൃഷ്ണാവബോധത്തിന് വേണ്ടിയുള്ളവയാണ്. കൃഷ്ണനാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ കവിഞ്ഞതായി ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവയ്ക്ക് വേണ്ടി വേദപഠനം നടത്തുന്നു എന്ന് മാത്രം. വൈദിക ചടങ്ങുകളിൽ നിയന്ത്രിതമായ കാമ്യകർമ്മങ്ങളും ഇന്ദ്രിയ സന്ദർപ്പണവും ഒരാളെ ക്രമേണ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ആത്മസാക്ഷാത്കാരം പ്രാപിച്ചവർ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലോ ചിന്താഗതികളിലോ ഇടപെട്ട് അവരെ അലട്ടേണ്ടതില്ല. സർവകർമ്മങ്ങളുടെയും ഫലത്തെ കൃഷ്ണന് സമർപ്പിക്കേണ്ടതാണ്. എങ്ങനെയെന്ന് സ്വന്തം പ്രവർത്തികളിൽ കാട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മൂഢന് എങ്ങനെ പെരുമാറണം, എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ വേണം അഭിജ്ഞനായ കൃഷ്ണഭക്തൻ പ്രവർത്തിക്കേണ്ടത്. മൂഢന്റെ പ്രവൃത്തിയെ തടയേണ്ടതില്ല. കുറച്ചെങ്കിലും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മറ്റ് വൈദിക നിബന്ധനകളെ കാത്തിരിക്കാതെ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം. ഭാഗ്യവാനായ അയാൾക്ക് ഇത്തരം ചടങ്ങുകളുടെ ആവശ്യമില്ല. കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് മൂലം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടാവുന്ന ഫലങ്ങളെല്ലാം നേരിട്ട് സിദ്ധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേരെ കൊണ്ട് വായിപ്പിക്കാം. ഗീതാ മാതാജി ശ്ലോകം ഒന്ന് വായിച്ച്. 26ാമത്തെ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം കർമ്മയോഗം, അധ്യായം 3 കർമ്മയോഗം, ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം
ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. സുജന മാതാജി ഇല്ല. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ന ബുദ്ധിഭേദം ജനയേദജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ഹരേ കൃഷ്ണ. ജ്ഞാനമയ മാതാജി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഈ ശ്ലോകത്തിൽ നിന്ന് മാതാജിക്ക്. എന്തെങ്കിലും നോക്കി പറയാം പ്രഭു. ഞാൻ നോക്കി പറയാം. ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, എന്നാലും അതിൽ നിന്ന് എടുത്ത് പറയാം. കുറച്ച് പറയട്ടോ അങ്ങനെ. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. എല്ലാവരും ഈ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് വിലക്കരുത്. ആരെയും വിലക്കാൻ പാടില്ല. കാരണം കുറച്ച് ആളുകൾ കർമ്മങ്ങളുടെ ഫലത്തിലാണ് ആസക്തി ഉള്ളത്. അവര് ഈ ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ആ കർമ്മം ചെയ്യുന്നത്. അപ്പൊ അവരെ അതിൽ നിന്ന് വിലക്കരുത്. അവർ കുറേശ്ശെ ആ കർമ്മം ചെയ്ത് ഈ ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് അവർ കുറച്ച് രക്ഷപ്പെട്ടുകൊള്ളും. കാരണം അവരെ പിന്നെ അതിലോട്ട് പ്രേരിപ്പിക്കണം നമ്മൾ. അവർ കർമ്മം എന്തായാലും ചെയ്യുന്നുണ്ട്, ആസക്തിയോടുകൂടിയാണ്, കർമ്മഫലത്തിന് വേണ്ടിയാണ്. എങ്കിലും അവരോട് പറയണം കൃഷ്ണാവബോധത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അവരതിനകത്ത് വന്ന് ശരിക്കുള്ള ഭക്തരായി മാറിക്കോളും. പിന്നെ ഭാവാർത്ഥം പറയുന്നത്, എല്ലാ വൈദിക കർമ്മങ്ങളുടെയും ലക്ഷ്യം വേദോക്തങ്ങളായ എല്ലാ ചടങ്ങുകളും യജ്ഞാനുഷ്ഠാനങ്ങളും ഭൗതിക കർമ്മങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കൃഷ്ണാവബോധത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഈ എല്ലാ വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നത്, യജ്ഞങ്ങളിലും ഒക്കെ ചെയ്യുന്നതും പറയുന്നതും എല്ലാം കൃഷ്ണാവബോധത്തിന് വേണ്ടിയുള്ളതായിട്ടാണ്. അല്ലാതെ നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമുള്ളതല്ല. ഫലം ആഗ്രഹിക്കരുത്. നിഷ്കാമ കർമ്മമായിട്ട് കൃഷ്ണാവബോധത്തിന് വേണ്ടി ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യണമെന്നാണ് എല്ലാ വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം കൃഷ്ണനാണ്. അത് കിട്ടണമെങ്കിൽ, നമുക്ക് ഭഗവാനെ കിട്ടണമെങ്കിൽ അകമഴിഞ്ഞ് നമ്മൾ സർവ്വസമയവും ഭഗവാനെ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഭഗവാനെ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഭഗവാന് വേണ്ടി 24 മണിക്കൂറും പറ്റുന്നെങ്കിൽ കർമ്മം ചെയ്യുകയും എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് കർമ്മം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഭഗവാൻ നമ്മളോട്, പിന്നെ ഭഗവാൻ നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ പോരാ. ഭഗവാൻ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടിയുള്ളതാകുമ്പോൾ അദ്ദേഹം നമ്മളെ ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. പിന്നെ ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ കവിനിയായി യാതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവയ്ക്ക് വേണ്ടി വേദപഠനം നടത്തുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബദ്ധരും മുക്തരും ഉണ്ട്. അപ്പൊ ബദ്ധരായവര് ഈ വേദങ്ങളൊക്കെ ചൊല്ലുകയും വേദോക്തങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് അവർ കർമ്മഫലത്തിന് വേണ്ടിയാണ്. അവരോരോരോ ഭൗതികത്തിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അവർക്കത് കിട്ടുമായിരിക്കും, പക്ഷെ ഭഗവാനെ കിട്ടത്തില്ല. ഭഗവാനെ കിട്ടുന്നത് അതിൽ നിന്ന് മുക്തരായവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ വൈദിക ചടങ്ങുകളിൽ നിയന്ത്രിതമായ കാമ്യകർമ്മങ്ങളും ഇന്ദ്രിയ സന്ദർപ്പണവും ഒരാളെ ക്രമേണ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താലും അവർ ചെയ്ത് വരുമ്പം ക്രമേണ അവർ അങ്ങ് വന്നോളും. കൃഷ്ണാവബോധത്തിലോട്ട് പതുക്കെ വരുള്ളൂ. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ആത്മസാക്ഷാത്കാരം പ്രാപിച്ചവർ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലോ ചിന്താഗതികളിലോ ഇടപെട്ട് അവരെ അലട്ടേണ്ടതില്ല. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മള് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർ ചെയ്യുന്നത് ആസക്തി കൊണ്ട് ചെയ്യുവാണ്. അവർ കർമ്മഫലം ആഗ്രഹിച്ച് ചെയ്യുകയാണ്. അവരവരുടെ ഭൗതികത്തിലെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊന്നും നമ്മൾ ഈ ബദ്ധരായവരെ അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധത്തിലുള്ളവരെ അവരെ പറഞ്ഞ് അലട്ടാൻ പാടില്ല. അവർ പതുക്കെ വന്നോളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവകർമ്മങ്ങളുടെയും ഫലത്തെ കൃഷ്ണന് സമർപ്പിക്കേണ്ടതാണ്. എങ്ങനെയെന്ന് സ്വന്തം പ്രവർത്തികളിൽ കാട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്യുന്നതും ഭഗവാന് വേണ്ടി ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അത് അവർക്ക് കാട്ടിക്കൊടുക്കണം. അവർക്ക് നല്ല അത് ചെയ്യുമ്പോൾ അത് കണ്ടെല്ലാവരും പഠിച്ചോളും. നമുക്കും മനസ്സിന് സമാധാനമുണ്ട്, ഭഗവാനും ഇഷ്ടപ്പെടും. അത് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ
എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ വേണം അഭിജ്ഞനായ കൃഷ്ണഭക്തൻ പ്രവർത്തിക്കേണ്ടത്. അപ്പം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അല്ലാതെ നമ്മൾ രഹസ്യമായി നമുക്ക് മാത്രമല്ല നമുക്ക് മാത്രം ഭഗവാനെ മതി എന്നുള്ള രീതിയിൽ ഒരിക്കലും കൃഷ്ണഭക്തർ അങ്ങനെ ചെയ്യരുത്. നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് താല്പര്യമുള്ളവർക്ക് കൂടുതലും പറഞ്ഞു കൊടുക്കണം. താല്പര്യമില്ലാത്തവർക്കും അവരിങ്ങോട്ട് ചോദിച്ചു വന്നാൽ പറഞ്ഞു കൊടുക്കണം. അത് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ മൂഢന്റെ പ്രവൃത്തിയെ തടയേണ്ടതില്ല. കുറച്ചെങ്കിലും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മറ്റ് ദൈവിക നിബന്ധനകളെ കാത്തിരിക്കാതെ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം. മൂഢന്റെ പ്രവൃത്തി, ഒരു മൂഢനാണെങ്കിലും അവരുടെ പ്രവൃത്തിയെ നമ്മൾ തടയണ്ട. കുറച്ചെങ്കിലും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മറ്റ് വൈദിക നിബന്ധനകളെ കാത്തിരിക്കാതെ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം. അപ്പൊ കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് നമുക്ക് നേരിട്ട് തന്നെ ഈ പിന്നെ ഭഗവത് ഇതിൽ ഏർപ്പെടാൻ പറ്റും. മറ്റവർക്ക് അവർ മൂഢനാ എങ്കിലും നമ്മൾ അവരെ ഒന്നും പറയണ്ട. പിന്നെ ഭാഗ്യവാനായ അയാൾക്ക് ഇത്തരം ചടങ്ങുകളുടെ ആവശ്യമില്ല. കാരണം ആർക്ക്? ഭാഗ്യവാനായ കൃഷ്ണാവബോധമുള്ള ആൾക്ക് ഇത്തരം ചടങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് കൃഷ്ണാവബോധത്തിലൂടെ ഭഗവാന്റെ പ്രാപിക്കും. അല്ല ആ രീതിയിൽ അവർ പൊക്കോളും. പിന്നെ ഭാഗ്യവാനായ അയാൾക്ക് ഇത്തരം ചടങ്ങുകളുടെ ആവശ്യമില്ല. കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് മൂലം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടാവുന്ന ഫലങ്ങളെല്ലാം നേരിട്ട് സിദ്ധിക്കുന്നതുമാണ്. അപ്പൊ നമ്മൾ ഫലം ആഗ്രഹിച്ച് ചെയ്തില്ലെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാൻ കൃഷ്ണാവബോധത്തിൽ നമ്മൾ പ്രവർത്തിച്ച് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭഗവാൻ അറിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ നമുക്ക് കഴിയുന്നിടത്തോളം ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന് വേണ്ടി ചെയ്യുക. മൂഢന്മാരെ നമ്മൾ കളിയാക്കാതെ നമ്മൾ അവരെ ഒന്നും ചെയ്യാതിരിക്കുക. അറിവില്ലാത്തവരെ നമ്മൾ ഒന്നും പറയേണ്ട. അവരതെന്താ അവരുടെ പാട്ടിന് ചെയ്തോട്ടെ, അവർ പതുക്കെ 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 വന്നോളും. നമ്മളും അങ്ങനെ അല്ലായിരുന്നു. നമുക്കും ഇതൊന്നും അറിയാം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോകും, അവിടെ ദേവി ഇരിക്കുന്നു, അതാണ് വരുന്നതും പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മനസ്സിലായപ്പോ പിന്നെ അമ്പലത്തിലെ ഇപ്പൊ പോകാറില്ല. പോകാറില്ലെന്നല്ല, നമുക്ക് നേരം കിട്ടുന്നില്ല, പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അവരെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മൾ നമ്മുടെ കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യുക. അപ്പൊ ഭഗവാൻ നമ്മളെ രക്ഷിച്ചോളൂ. ഒരടി നമ്മൾ മുമ്പോട്ട് വെച്ചാൽ ഭഗവാൻ 10 അടി ഇങ്ങോട്ട് വെക്കുമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇതിനെ നോക്കി പറഞ്ഞതാ പ്രഭു, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് മതി, പിന്നെ ഞാൻ ഇത്രയും മതി. അതിനെ പോലും ആരും തയ്യാറാകുന്നില്ല. അല്ല, അതുകൊണ്ട് തന്നെയല്ലേ പ്രഭുവിന് വയ്യല്ലോ എന്ന് വിചാരിച്ച. കാരണം ദോഷമല്ലേ, മോശമല്ലേ? വയ്യ ഇനി ഒച്ചയെടുക്കുമ്പോ പിന്നെ അത് പ്രശ്നമാവും. അടുത്തത് വായിക്കട്ടോ. അടുത്തത് ഇല്ല ഞാനപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്ന് ചോദിച്ചാൽ അതിന്റെ അടുത്ത ശ്ലോകം തരാം. ആയിക്കോട്ടെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ. ഇപ്പൊ എന്താണ് ഈ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ? ഗീതാ മാതാജി അറിയുന്നു? വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അവനവൻ ചെയ്യാനുള്ള കടമകൾ. അച്ഛനോടും അമ്മയോടും പുത്രന്മാരോടും ഭർത്താവിനോടും ഒക്കെ ചെയ്യാനുള്ള കടമകളല്ലേ ഒരു ഗൃഹസ്ഥാശ്രമം നയിക്കുന്ന ഒരാൾക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത്? നമ്മള് അല്ലേ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, മതാചാരപ്രദമായുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത് നാല് വർണ്ണങ്ങൾക്ക് വർണ്ണാശ്രമങ്ങള്, 4 ആശ്രമങ്ങളും അല്ലെ, ആശ്രമങ്ങൾക്ക് ഓരോ കർമ്മങ്ങളുണ്ട് അല്ലെ. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള വിധിക്കപ്പെട്ട കർമ്മങ്ങൾ 4 വർണ്ണം. ബ്രാഹ്മണർക്ക് ഒരു പ്രത്യേക കർമ്മമുണ്ട്, ക്ഷത്രിയർക്കുണ്ട്, പിന്നെ വൈശ്യർക്കുണ്ട്, ശൂദ്രർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ജാതി വ്യവസ്ഥയായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒരു ആശാരിയുടെ മകൻ എന്തായാലും ആശാരിപ്പണിയെ ചെയ്യുള്ളായിരുന്നു. ഒരു ബ്രാഹ്മണന്റെ മകൻ പൂജ ചെയ്യുന്നു. അപ്പൊ അത് ജാതിയായി മാറി, ഈ വർണ്ണങ്ങൾ ജാതിയായി മാറി. ഭഗവാൻ ജാതിയായിട്ടല്ല പറഞ്ഞെങ്കിൽ ഇത് പിന്നെ ജാതിയായിട്ട് മാറി. പക്ഷെ ഇപ്പൊ നമുക്ക് ഡോക്ടറുടെ മകൻ ഡോക്ടർ അല്ല, ബ്രാഹ്മണന്റെ അമ്പലത്തിലെ പൂജാരിയുടെ മകൻ മറ്റു പല ജോലികളും ചെയ്യുന്നു, പൂജാരിയായി തന്നെ കാണുന്നു. വളരെ വിരളമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ഇപ്പം ഈ കലം ഇതൊക്കെ ഉണ്ടാക്കുന്ന മൺകലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ മക്കള് അതല്ല, അവർ ചിലപ്പം ഡോക്ടറേറ്റ് ഒക്കെ ആയി എടുത്തു വരുന്നു, പഠിപ്പിക്കാൻ കഴിവുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ മാറുന്നു. അപ്പൊ ഈ വിധിക്കപ്പെട്ട, നമ്മളിപ്പോ പറയാണ് കുലത്തൊഴിൽ എന്ന് പറയും അല്ലെ. അന്ന് പറയുമ്പം അന്ന് ഭഗവാന്റെ കാലത്ത് ആ സമയത്ത് അത് വിധിക്കപ്പെട്ട 4 വർണ്ണങ്ങളുടെയും 4 ആശ്രമങ്ങളുടെയും, അത് കഴിഞ്ഞ് ആ 4 വേറെ 4 പുരുഷാർത്ഥങ്ങൾ,
ഇത് രണ്ടും ആ. അനുഷ്ഠിക്കുകയാണെങ്കിൽ കിട്ടുന്ന എന്താണ് പുരുഷാർത്ഥങ്ങൾ? എന്താണ് പുരുഷാർത്ഥങ്ങൾ സതി മാതാജി? ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. പുരുഷാർത്ഥ വിഷ്ണു ഇതാണോ പ്രഭു? വിഷ്ണു അതാണോ? അല്ലല്ല. അതായത് ഈ 4 വർണ്ണങ്ങളും ഭഗവാൻ വിഭാവനം ചെയ്ത അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് 4 വർണ്ണങ്ങൾ, അത് കണ്ട് അതിനു വേണ്ടിയിട്ട് 4 ആശ്രമങ്ങൾ. ഇതിൽ 4 ആശ്രമങ്ങളിൽ കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് 4 കാര്യങ്ങൾ കിട്ടും. ഈ കാര്യങ്ങൾ ഞാൻ എന്താണ്? പറയട്ടെ അതിനാണ് പറയട്ടെ പുരുഷാർത്ഥം. മാതാജി തിരക്ക് പിടിക്കാതെ. സബിത മാതാജി. ധർമ്മ അർത്ഥ കാമ മോക്ഷം. ധർമ്മ അർത്ഥം കാമ മോക്ഷം. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധർമ്മം കിട്ടും, അർത്ഥം കിട്ടും, കാമം കിട്ടും, അത് കഴിഞ്ഞ് ഫൈനലി മോക്ഷം കിട്ടും. അപ്പൊ അത് നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് ധർമ്മം എന്താണ്, അത് കഴിഞ്ഞിട്ട് അർത്ഥം എങ്ങനെ വിനിയോഗിക്കണം, എന്ത് കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ധർമ്മങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, ചെയ്യേണ്ടാത്തത്. അപ്പൊ അതിൽ ഈ വിധിക്കപ്പെട്ട കർമ്മങ്ങളിലൂടെ ധർമ്മവും വരും. അതുപോലെ കാമം, മോക്ഷം, അത് കഴിഞ്ഞ് ഫൈനലി മോക്ഷം. ശരിക്കുള്ള മോക്ഷം എന്താണ്? ഒരു മാറ്റം നമുക്ക് നമ്മളുടെ ജീവിത രീതിയിൽ ഉണ്ടാകുക. ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ തന്നെ മോക്ഷമാണ്. അപ്പൊ അതില് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടും അല്ലേ? അപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്കറിയാം, നമ്മൾ തന്നെ കൃഷ്ണാബോധത്തിൽ വന്നു കഴിഞ്ഞാൽ വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ? ചിലപ്പം നമ്മളെ കൊണ്ടുവന്ന ശിക്ഷാഗുരുക്കന്മാര് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന കൃഷ്ണാബോധത്തിന്റെ വോളണ്ടിയേഴ്സ് എത്ര പാടുപെട്ടിട്ടായിരിക്കാം കൊണ്ടുവന്നത് അല്ലെ? പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മള് പ്രഭു ഞാൻ വന്നത് ഈ യാത്ര പോയപ്പം ജയസാക്ഷി പ്രഭുവിന്റെ സത്സംഗം കേട്ടാ ഞാൻ വന്നത്. ഞാൻ പിന്നെ ഈ തന്നെയല്ല. വാർത്തയിലും അത് കാരണം വേറെ ഒന്നുമല്ല, അതെനിക്ക് വേറെ സാഹചര്യമില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്നവര് അദ്ദേഹത്തിന്റെ പലരും അങ്ങനെ സത്സംഗം ആയിരിക്കാം. കേട്ടു. പലരും അങ്ങനെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ വൃന്ദാവനത്തിൽ സത്സംഗം കേട്ടാണ് ഞാൻ വന്നത്. ജയസാക്ഷി പ്രഭുവിന്റെ ഇവിടെ കൂടെ ചിട്ടാഭികളൊന്നും ഉണ്ടായിരുന്ന രാജ്യ ഇല്ലായിരുന്നു. മാതാജി, ഗീതാ മാതാജി, രതിദേവി ഇവിടെ മാതാജി, പിന്നെ ചിട്ടാഭികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നെ പത്മ സംബന്ധിച്ച് മാതാജി, പറയും. ഇവരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വൃന്ദാവന യാത്രയിൽ. അങ്ങനെയാണ് കുറെ പേര് ജഗസാക്ഷി പ്രഭുവിനെ പോലെയുള്ള വരിഷ്ഠ വൈഷ്ണവര്. പക്ഷെ ഞാൻ അതിനു മുൻപേ കൃഷ്ണാബോധത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒരു വരിഷ്ഠ ഭക്തൻ എന്നെ ഒരു ദിവസം എൻ്റെ കമ്പനിയിലെ ഒരു സപ്ലയർ ആയിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ല വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ് അയച്ചു തരുമായിരുന്നു. അപ്പം എനിക്കറിയില്ലായിരുന്നു പുള്ളി എന്തിനാ എനിക്ക് അയക്കുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴും ഒരു ദിവസം പുള്ളി പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ മീറ്റിംഗ് ഉണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വെള്ളിയാഴ്ചയായിരുന്നു. ഞാനും ഇതുപോലെ തന്നെ ബാലാജി, എൻ്റെ പെങ്ങളുടെ മോൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ തന്നെ അവിടെ വലിയൊരു ആൾട്ടർ. കാര്യം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലെ വലിയൊരു ആൾട്ടറും ഇതൊക്കെ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിശയം തോന്നി. ജഗന്നാഥനൊക്കെ ഭയങ്കര വലിയ ഡയറ്റി. ജഗന്നാഥൻ ആരാന്ന് എനിക്കറിയത്തില്ല. വലിയ കണ്ണുകളിലൂടെ ഉള്ള ഒരു രൂപം കണ്ട് ഞാൻ ഇങ്ങനെ പേടിച്ചു. ഇതെന്താണിത്? എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് എന്ത് ഡയറ്റിയാണിത്? ആരെയാണ് നിങ്ങൾ പൂജിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നമ്മൾ മണ്ടത്തരം. അപ്പം അങ്ങനെ അന്ന് ഇസ്കോൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കേട്ടിട്ടില്ല എന്താണ് ഇസ്കോൺ എന്നും കൃഷ്ണ കോൺഷ്യസ്നസ് എന്നും ഒന്നും ABCD നോളേജ് ഇല്ല. അപ്പം അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഡാമിൽ പോകുമ്പോൾ നമ്മൾ കാല് വൃത്തിയാക്കിയിട്ടാണ് പോകേണ്ടത്. കാലും കൈ മുഖം കഴുകിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവരൊരു മാല തന്നു. സോറി, ഈ പറയുന്നതിനിടെ പറയാണ്, നമ്മുടെ ജഗസാക്ഷി പ്രഭു പറഞ്ഞു നമ്മുടെ അരിപ്പാട്ടും കായംകുളത്തും ഒരു നാമഘട്ട വേണം, അതുകൊണ്ട് ഇച്ചിരി വസ്തു നോക്കെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറഞ്ഞ് അവരെല്ലാം നമ്മളോട് പറഞ്ഞു. നമ്മളും എല്ലാം നോക്കി. അപ്പൊ തൊട്ടടുത്ത് നല്ല റോഡ് സൈഡ് ഒരു 20 സെന്റ് ഉണ്ട്, 10 സെന്റ് തൽക്കാലം മതി. എന്തായാലും നിങ്ങൾ നോക്കിയപ്പം അതിന്റെ ശരിക്കുള്ള ഓണർ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇത് കൂടെ അടുത്ത് താമസിക്കുന്ന ബന്ധുക്കളുണ്ട്. അവരുടനെ പറയുക, കൃഷ്ണാബോധത്തിൽ അങ്ങനെ ഈ ഇസ്കോണിന് ഒന്നും കൊടുത്താൽ അതൊന്നും ശരിയാകത്തില്ലെന്ന്. അതൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മളിവിടെ താമസിക്കുന്നവര് അതൊന്നും അടുത്ത് വന്നാൽ ശരിയാകത്തില്ല. അവര് പറഞ്ഞ് വിലക്കി കളഞ്ഞു പ്രഭു. അത് വലിയ വിഷമമായി പോയി. അതല്ല. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പതിയെ പതിയെ മാല തന്നു. മാല കണ്ട് ഞാൻ അതിശയിച്ചു. ഇതെന്താ ഈ മാല? ഇത് ഏത് എന്താണ്? ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ആണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഞാൻ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിലിപ്പം നിലനിൽക്കുന്നവരും ഇതിൽ ഫോളോ ചെയ്യുന്നവരും. ഇപ്പം നമ്മുടെ സത്സംഗത്തിൽ ഗ്രൂപ്പിൽ നോക്കിയാൽ 19 പേരുണ്ടാവും.
എത്ര പേരാ ഇവിടെ കയറുന്നത്? ഇവർ 12 പേരാ, ഞാൻ ഉൾപ്പെടെ ഉള്ളത്. എത്ര പേരാ കയറുന്നത്? നമ്മുടെ കൂടെ വൃന്ദാവനത്തിൽ വന്ന് എത്ര പേരുണ്ടായിരുന്നു? അതുപോലെ തന്നെ എത്ര പേര് മാല ജപിക്കുന്നവരുണ്ടായിരുന്നു? സത്സംഗത്തിൽ കയറുന്നവരുണ്ട്? എത്ര പേരുണ്ട്? ഞാനിവിടെ 150 പേരുള്ള സത്സംഗത്തിൽ ഇപ്പം ഞങ്ങൾ വെറും 3-4 പേരാണ്. ഇന്ന് 2 പേരാ കയറിയത് എൻ്റെ രാവിലത്തെ ക്ലാസ്സിൽ. അത് ഗുരുപ്രഭു എടുത്തുകൊണ്ടിരുന്ന ഗുരുപ്രഭു 13ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞ് അദ്ദേഹം റിട്ടയറായി നാട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് 17ാമത്തെ അധ്യായം ശ്രദ്ധാവിഭാഗങ്ങൾ തുടങ്ങി. ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞ് ഈ പുരുഷാർത്ഥങ്ങളും ഈ പറഞ്ഞ ആശ്രമങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. അത് പറഞ്ഞ് തന്നെ മണിക്കൂറുകൾ കടന്നുപോയി. അപ്പൊ അങ്ങനെ കുറച്ച് പറഞ്ഞു തൊണ്ട ശരിയാകുന്നില്ല, കുറച്ച് അതുകൊണ്ടാണ് എനിക്ക് ത്രോട്ടിന് ഇപ്പൊ ശകലം ഇത്രയും ശരിയാകുന്നില്ല. സംസാരിച്ചു അത് വന്നത്. നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ എന്നും എന്നും പറയണ്ടേ പ്രഭു, അപ്പൊ കുറച്ച് ശ്രദ്ധിക്കും. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയുന്നത്, എത്ര പേര് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ ഇവിടുത്തെ ടോപ്പിക് അതാണ്. നമ്മൾ അങ്ങനെ ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇതൊന്നും ആൾക്കാർക്ക് കളിയാക്കും, അറിയില്ല, ഒരാൾക്കും മനസ്സിലാകില്ല. വൃന്ദാവനം ചോദിക്കും, മൈസൂർ വൃന്ദാവൻ ഗാർഡൻ ആണെന്ന് ചോദിക്കുന്നു. നമ്മുടെ ആൾക്കാർ ചോദിക്കുന്നതാണ് വൃന്ദാവൻ, യുപിയിലുള്ള വൃന്ദാവൻ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അറിയില്ലല്ലോ അതെന്താണെന്നൊക്കെ ചോദിക്കും. അറിയില്ല പ്രഭു, ആർക്കും മൈസൂർ വൃന്ദാവൻ ഗാർഡൻസ് ആണ് നമ്മളൊക്കെ ടൂറിന് പോകുന്നതാണ്, അവർക്കറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ ഈ അവസ്ഥയിലുള്ളവരായിരുന്നു, അവരെ നമുക്ക് നിന്ദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരെ അനുകരിച്ച് ഇത് നമ്മൾക്ക് ഉണ്ടായ മാറ്റം അവർ മനസ്സിലാക്കി അവർ താനേ വന്നുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ നമ്മളുടെ ഇതിൽ വരാത്തവര് മോശമാണെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം അവരും നമ്മളും ഈ ഒരു അവസ്ഥയിലായിരുന്നു. നമുക്ക് എന്തോ അജ്ഞാത സുകൃതി കൊണ്ട് നമുക്കിതിൽ വരാൻ പറ്റി. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. അതിൽ നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ മാറ്റം, എൻറ്റയർലി നമുക്കുണ്ടായ മാറ്റം, അതിന്റെ കാരണം എന്താണ്, നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ മറ്റുള്ളവരുടെ പെരുമാറ്റം, നമ്മൾ ചെയ്യുന്ന രീതികളെല്ലാം മനസ്സിലാക്കി ഇതെന്താണ് ഇതിന്റെ സീക്രട്ട്, ഇവർക്ക് എന്താണ് ഈ മാറ്റം എന്ന്, ഇവർക്ക് പ്രത്യേകിച്ച് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവർ അതിനെയെല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നു. ഇവരുടനെ കയറെടുക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ല എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായി ഉടനെ മതം മാറി അടുത്ത മതം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്നില്ല. ഇന്നൊക്കെയാണ് മറ്റുള്ളവരെ നമ്മളെ കണ്ട് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവരാരുടെയും പരദൂഷണം പറയുന്നില്ല. ഇവര് ഇങ്ങനെയൊക്കെയുള്ള കുറെ മാതൃകകള് അവര് നമ്മളെ കണ്ട് മനസ്സിലാക്കി അവര് തനിയെ വന്നുകൊള്ളും. ഇതാണ് ഭഗവാൻ നമ്മളെ ആചരണത്തിലൂടെ അവരെ മനസ്സിലാക്കണം. അപ്പം കർമ്മഫലത്തിന് ആസക്തി ഉണ്ടല്ലേ? ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ കർമ്മഫലങ്ങളുടെ ആസക്തി ആഗ്രഹിക്കുന്നവരാണല്ലേ? അതായത് രജോ ഗുണത്തിലുള്ളവരാണ് പൂർണ്ണമായിട്ടും. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രശസ്തി ആഗ്രഹിക്കും. ഗ്ലോറിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ സെൽഫിയൊക്കെ എടുത്ത് എല്ലായിടത്തും ഷെയർ ചെയ്ത് ഒരു 10 പേര് ലൈക്ക് ഷെയർ ഒക്കെ അടിക്കാനായിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫലാസക്തിയോടുകൂടി ചെയ്യുന്നവരെ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഫലാസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കർമ്മം ഉണ്ടല്ലോ. കർമ്മം, അകർമ്മം, വികർമ്മം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഈ കർമ്മം ശരിക്കും അകർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? വികർമ്മം എന്ന് പറഞ്ഞാൽ അത് നേരെ വിപരീതമായ ഫലം തരും. അപ്പൊ അങ്ങനെയൊക്കെ സാവധാനമേ അവർക്ക് പറയാം. അവരോട് ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ എടുത്തടിച്ച പോലെ നിങ്ങൾ ഈ ഫലാസക്തിയിലുള്ള കർമ്മങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കൊല വിലക്കുകളും അതിർവരമ്പുകളും ചെയ്ത് അതൊന്നും ചെയ്യാതെ തന്നെ ഈ ആൾക്കാരൊക്കെ എവിടെയോ പോയി. കണ്ടോ, 11 പേരായി. ഒരാള് എക്സിറ്റ് ആയി. പറഞ്ഞാ ഉടനെ അവര് പറയും പ്രഭു, ഉടനെ അവര് പറയാ നിങ്ങളുടെ കാര്യമൊക്കെ സാധിച്ചു, ഇനിയിപ്പോ നിങ്ങൾക്കൊന്നും ചെയ്യണ്ട, അതാന്ന് ഉടനെ അവര് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരെ വിലക്കാൻ പോകണ്ട. നമ്മള് ഹരേ കൃഷ്ണ അർജുൻ, ഹരേ കൃഷ്ണ അർജുൻ. ശാന്തകുമാരി മാതാജി അത് അതെ, എനിക്ക് മനസ്സിലായി.
അർജുനെ പറ്റി അർജുന്റെ ടീച്ചർ എന്നോട് പറഞ്ഞു. പ്രഭു പേര് മാറ്റി കേട്ടോ. അർജുന പേരിപ്പോ മാറ്റി വന്നു. എന്റെ പേര് പേര് മാറ്റി തന്നല്ല. വലിയ കാര്യം. ഞാനത് കണ്ടു. അപ്പൊ എന്നോട് പ്രഭു ധന്യമാതാജി പറഞ്ഞായിരുന്നു അർജുനെ പ്രഭു പറ്റി. ധന്യമാതാജി എന്നോട് പറഞ്ഞു, നല്ല ഡിവോട്ടിയാണ്. പിന്നെ പ്രഭു നല്ല കുറെ വർഷമായി, എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല ആളാണ്, നല്ലോണം വർക്ക് ചെയ്യുന്ന ആളാണ്, കൃഷ്ണാബോധത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, നല്ല ഇതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ധന്യമാതാജി അവിടെ നമ്മൾ വളരെ ക്ലോസാ, സംസാരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു. അല്ല, ഈ അർജുനെ പറ്റി പറഞ്ഞ ഞാൻ ചോദിച്ചു എങ്ങനെ അർജുനൻ വന്നേന്ന് ചോദിച്ചു. മാതാജിയുടെ ക്ലാസ്സിൽ എങ്ങനെ എത്തിപ്പെട്ടെന്ന് ചോദിച്ചപ്പം ആ എന്നോട് പറഞ്ഞു ജ്ഞാനാംബിക മാതാജി ആയിരിക്കും, ശാന്തകുമാരി മാതാജി ആഡ് ചെയ്തു, അങ്ങനെ അങ്ങനെ വന്നതായിരിക്കാം എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് അവർക്ക് ഓർമ്മയില്ല അർജുനൻ എത്തിപ്പെട്ടെ. ഞാൻ ചോദിച്ചായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. തന്നെ ഇന്നിപ്പോ ഈ അവളെ ക്ലാസ് കൊണ്ട് കഴിഞ്ഞ് ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ധന്യമാതാജിയുടെ വീട്ടിലാണ് ക്ലാസ് ഉള്ളത്. അപ്പം അത് കഴിഞ്ഞ് റിഹേഴ്സൽ ഉണ്ട്. ഒരു ഡ്രാമ അവിടെ ചെയ്യുന്നുണ്ട്, ലവമാത്ര സാധു സംഘം. അപ്പം അതിൻ്റെ റിഹേഴ്സൽ ഉണ്ട്, അതിന് പോവുകയാണ്. അപ്പം ഞാനാണ് അതിൻ്റെ സ്റ്റോറി എഴുതിയത്. അപ്പോൾ അത് ധന്യമാതാജിയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇന്ന് മാതാജിയുടെ വീട്ടിലാണ് ഇന്ന് ക്ലാസ്സും. അപ്പോൾ അവിടെ വെച്ചാണ് റിഹേഴ്സലും. അപ്പോൾ ഫസ്റ്റ് റിഹേഴ്സലിന് പോവുകയാണെന്ന്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോണം അത് ഹിറ്റാകാൻ വേണ്ടിയിട്ട്. ഒക്കെ പ്രഭു ശരിയാകും പ്രഭു, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിവിടെ കണ്ടത്, അപ്പൊ ഭക്തിഭാവനയോടെ കൃഷ്ണാബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരെ പ്രേരിപ്പിക്കണം. അപ്പം നമ്മളുടെ ഈ ഭക്തിഭാവന കണ്ട്, അതുപോലെ തന്നെ നമ്മള് പറയാൻ പറ്റുന്നവരുണ്ട്, പറയാൻ പറ്റാത്തവരുണ്ട് അല്ലേ. ചിലരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവർ അവിശ്വാസികളാക്കി നിന്ന് തപ്പി മാറ്റും. അപ്പം അങ്ങനെയുള്ളവരോട് ഒന്നും മിണ്ടാൻ പോകരുത്. അപ്പം നമ്മൾ ഇവൻ വ്രതമാണെന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ചിലപ്പോൾ പറയും, ഓ വ്രതം, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിച്ച് അത് ഭഗവാൻ നമുക്ക് ഈ ജീവിതം തന്നിരിക്കുന്നതിനെ ആസ്വദിക്കാനാ, എൻജോയ് ചെയ്യാനാ, എന്ത് വ്രതം എടുക്കും, നിങ്ങൾ എന്തെങ്കിലും വഴിയിൽ അങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപദേശിക്കുന്നവരുണ്ട് അല്ലേ. അതുപോലത്തെ കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ഭക്തിഭാവനയോടുകൂടി നമ്മൾ കർമ്മം ചെയ്ത് അങ്ങ് പോയാൽ മതി. പിന്നെ നമുക്ക് തോന്നും ഇയാള് നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്ന് തോന്നുന്ന ഒരാളെ ഭഗവാൻ മുൻപിൽ ഇട്ട് കഴിഞ്ഞാൽ, കാര്യം ഇത് ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് അല്ലേ. അവരുടെ സമയമാകുമ്പോൾ ഭഗവാൻ ആരെങ്കിലും മുന്നിൽ കൊണ്ട് ഇട്ടുകൊടുക്കും, ഏതൊരു സത്സംഗത്തിലൊക്കെ. അവർക്കും ഒരു യോഗ ആണ്ടേ. അതുവരെ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും നടക്കില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ പ്രവർത്തനത്തിലൂടെ, ഇതാണ് ഇവിടെ പറയുന്നത്, നമ്മളുടെ പ്രവർത്തനത്തിലൂടെ അവർ ആകൃഷ്ടരാകണം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം മാതാജി ഒരു കാര്യം ചെയ്യണം. മാതാജി 3 പ്രാവശ്യം വായിച്ചിട്ട് ഓരോരുത്തരെയും വിളിക്കണം. ഇപ്പം വിളിക്കാത്തവരെ വിളിച്ചിട്ട് അവരെയും കൂടെ വായിപ്പിക്കണം. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കും. 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 പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാരമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഹരേ കൃഷ്ണ. അടുത്തത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഹസ്ബൻഡ് നാട്ടിൽ പോവാണ്, ഒക്കെ എടുത്തു കൊടുക്കാണ്, കുറച്ച് തിരക്കാണ്. കുഴപ്പമില്ല. ശാന്തകുമാരി മാതാജി. ഇത് 4-ാം അധ്യായമാണോ? 3 3:27. 27ാമത്തെ ശ്ലോകം. മാതാജി എടുത്തില്ലേ? അടുത്ത ആളെ വിളിപ്പിക്കാം. മാതാജി അപ്പൊ നോക്കിയിരുന്നാൽ മതി. ശരി, മാതാജി വായിക്കും. 27ാമത്തെ ശ്ലോകം എടുത്തോ? 27. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ.
ഹരേ കൃഷ്ണ. ശരി മാതാജി. ഒരു ശ്ലോകം. ഹരേ കൃഷ്ണ. ആ ഹരേ കൃഷ്ണ. ആകാശം ഹരേ കൃഷ്ണ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈകർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശാന്തമാരി മാതാജി എന്ത് ചോദിച്ചായിരുന്നല്ലോ, എന്തായിരുന്നോ? അല്ല, ഒരു ശ്ലോകേ ഉള്ളോന്ന് ചോദിക്കുമായിരുന്നു പ്രഭു. ഇതിപ്പോ ഇത് രണ്ടാമത്തെ അല്ലേ, ഇനി ഒരു ശ്ലോകം ഉണ്ട്, 28ാമത്തെ ശ്ലോകം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മാതാജി ബാക്കി വായിച്ചോളൂ. ഞാൻ അമ്പിയ മാതാജി. അതെ, ഹരേ കൃഷ്ണ. എല്ലാരും വായിച്ചു കഴിഞ്ഞോ പ്രഭു? കഴിഞ്ഞു. മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് പ്രകൃതിയുടെ ഗുണങ്ങളാൽ സർവശക സർവപ്രകാരണയും കർമ്മങ്ങൾ ക്രിയമാണാനി ചെയ്യപ്പെടുന്നു. അഹങ്കാര വിമൂഢാത്മാ മിഥ്യ അഹങ്കാരം കൊണ്ട് വിമൂഢനായവൻ അഹം ഞാനാണ് കർത്താവെന്ന് മന്യതേ വിചാരിക്കുന്നു. മിഥ്യ അഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണാവബോധമുള്ള ഒരാളും ഭൗതിക ചിന്താഗതിയുള്ള മറ്റൊരാളും ഒരേ നിലയിൽ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതായി തോന്നാം. എന്നാൽ അവരുടെ നിലപാടുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭൗതിക വിഷയങ്ങളിൽ തൽപരനായ മനുഷ്യന് താനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന് മിഥ്യാഹംഭാവമുണ്ട്. ശരീരയന്ത്രം പ്രകൃതി നിർമ്മിതമാണെന്നും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് അതൊന്ന് പ്രവർത്തിക്കുന്നതെന്നും അവൻ അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ താൻ കൃഷ്ണന്റെ നിയന്ത്രണത്തിന് അതീതനാണെന്ന് ആ ഭൗതികവാദിക്ക് അറിഞ്ഞുകൂടാ. മിഥ്യാഹങ്കാരത്തിൽ എല്ലാ പ്രവൃത്തികളുടെയും കർത്തൃത്വം തനിക്കാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. അജ്ഞാനത്തിന്റെ ലക്ഷണമാണിത്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവതാജ്ഞ അനുസരിച്ച് ഭൗതിക പ്രവൃത്തി നിർമ്മിച്ചവയാണെന്നും അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ഏത് പ്രവർത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനമെന്ന നിലയിൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അവൻ അറിയുന്നില്ല. ഏറെക്കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തി പോന്നതിനാൽ മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു. ഋഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്ക് അധിപതിയാണ് ഭഗവാനെന്നും അവൻ ഓർക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മിഥ്യ അഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മുടെ ജീവാത്മാക്കളെ വിചാരിക്കുന്നു. മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മള് ഈ ജീവാത്മാവെന്ന് പറയുന്നതിന്, ആത്മാവെന്ന് പറയുന്നതിന് നമ്മുടെ ആത്മാവും ഉണ്ട്, നമ്മുടെ ശരീരവും ഉണ്ട്. അപ്പം ആത്മാവ് ഭഗവാന്റെ അംശമാണ്. അപ്പൊ അത് നമ്മുടെ ഈ അഹങ്കാരം നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ 3 കാര്യങ്ങളാണ് മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് ജീവാത്മാവിന് അറിയുന്നില്ല. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. എന്നുവെച്ചാല് സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളാണ് ഈ മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവം ഉണ്ടാക്കുന്നത്. ജീവാത്മാവിനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഈവരാണ്. പക്ഷെ അത് അറിവില്ലായ്മ കൊണ്ടാണ് അതിനകത്ത് പറ്റിപ്പോകുന്നത്. ഭാവാർത്ഥം. കൃഷ്ണാവബോധമുള്ള ഒരാളും ഭൗതിക ചിന്താഗതിയുള്ള മറ്റൊരാളും ഒരേ നിലയിൽ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതായി തോന്നാം. എന്നാൽ അവരുടെ നിലപാടുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കൃഷ്ണാവബോധമുള്ള ആള് എപ്പോഴും ഭഗവാനെ കുറിച്ചും ആത്മീയ കാര്യങ്ങളും ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഭൗതിക ചിന്താഗതിയുള്ള ആള് അതിന്റെ ലാഭത്തിലും അതിന്റെ ആസക്തിയും അയാളുടെ ഈ കാര്യം സാധിക്കാനുള്ള കാര്യങ്ങളും ഒക്കെയാണ് അയാൾ ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും ഒരേ നിലയിൽ ഒരേപോലെ പ്രവർത്തിക്കും. പക്ഷെ രണ്ടുപേർക്കും 2 മനസ്സും 2 ചിന്താഗതിയും ആയിരിക്കും. എന്നാൽ അവരുടെ നിലപാടുകൾക്ക് വളരെ വ്യത്യാസമുണ്ട്. ഭൗതിക വിഷയങ്ങളിൽ തൽപരനായ മനുഷ്യന് താനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന് നിത്യാഹംഭാവമുണ്ട്. ഈ ഞാൻ ശരീരമാണ്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്താഗതിയാണ് മനുഷ്യന്.
അത് ഈ പിന്നെ ഭൗതികമായിട്ടുള്ള ആളുകളാണ്, ഭൗതിക ചിന്താഗതി ഉള്ളവരാണ് അങ്ങനെ വിചാരിക്കുന്നത്. ശരീരയന്ത്രം പ്രകൃതി നിർമ്മിതമാണെന്നും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അവൻ അറിഞ്ഞുകൂടാ. ഭഗവാനാണ് ഇതിന്റെ എല്ലാ ആളെന്നുള്ളത് ആത്മീയ ചിന്താഗതിയുള്ള ആളിനറിയാം. പക്ഷെ ഭൗതിക ചിന്താഗതിയുള്ള ആളിന് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്നുള്ള എപ്പോഴും ഞാനെന്ന ഭാവമാണ് അയക്കുള്ളത്. ചുരുക്കത്തിൽ ഞാൻ കൃഷ്ണന്റെ നിയന്ത്രണത്തിന് അധീനമാണെന്ന് ആ ഭൗതികവാദിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഭഗവാൻ കൃഷ്ണനാണ്. പക്ഷെ അതൊന്നും ഈ ഭൗതികവാദിക്ക് അറിഞ്ഞുകൂടാ. അയാളാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ ചെയ്യും, ഞാൻ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഞാൻ ചെയ്തോളാം, അയാൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് അയാൾ വിദ്യയായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ വിചാരിക്കാതെ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ആത്മീയവാദിക്ക് അറിയാം, ഭൗതികവാദിക്ക് അത് അറിഞ്ഞുകൂടാ. പിന്നെ മിഥ്യാഹങ്കാരത്തിൽ എല്ലാ പ്രവർത്തികളുടെയും കർത്തൃത്വം തനിക്കാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാം അയാളാണ് ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നതേ ഇല്ല. എല്ലാ പ്രവർത്തികളും ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു തോന്നലാണ് അയാൾക്കുള്ളത്. അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് അത്. അയാൾക്ക് അറിവില്ല. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് അറിയാത്തതാണ്. ഭഗവാനെ കുറിച്ച് അറിവില്ലാത്തതാണ് അജ്ഞാനം. ബാക്കി ഭൗതികത്തിലെ ഡിഗ്രിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും, പക്ഷെ ഭഗവാനെ കുറിച്ച് മാത്രം അറിയത്തില്ല. അതാണ് അജ്ഞത. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവതാജ്ഞയ്ക്ക് അനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചവയാണെന്നും അതുകൊണ്ട് ശാരീരികവും മാനസികമായ ഏത് പ്രവൃത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനമെന്ന നിലയിൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അറിയുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവതാജ്ഞ അനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ശാരീരികവും മാനസികമായ ഏത് പ്രവർത്തികളും കൃഷ്ണാവബോധത്തോടെ ചെയ്യണമെന്നാണ് ഭഗവാന്റെ നിശ്ചയം. പക്ഷെ അത് ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക്, കാരണം ഇത്രയും ഞാനെന്ന ഭാവമുള്ളവർക്ക് അത് ഒരിക്കലും ചെയ്യാൻ പറ്റുകയില്ല. ഏറെക്കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തുന്ന തോന്നൽ മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ തിരിച്ച് ഭഗവാന്റെ അടുക്കലോട്ട് പോകാനാണെന്നും നമ്മൾ ഭഗവാന്റെ കൂടെ അവിടെ താമസിച്ചവരാണ്. നമുക്ക് ഒരു ഇത് തോന്നി, നമുക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് തോന്നിയപ്പോഴാണ് നമ്മളെ ഭഗവാൻ അത് അനുഭവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടത്. പക്ഷെ ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി. നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അങ്ങ് ആയിപ്പോയി, പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാതായിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഒന്നിനു അതിന്റെ പുറകിലാണ് 24 മണിക്കൂറും നമ്മുടെ ജീവിതം മുഴുവനും പാഴാക്കി ഇതിനു വേണ്ടി കഴിഞ്ഞു. മറ്റതെല്ലാം അങ്ങ് മറന്നുപോയി നമ്മള്. പക്ഷെ ബുദ്ധിയുള്ള ആത്മാവിനെ അറിയുന്നവര് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഭഗവാന്റെ ലോകത്തോട്ട് പോകാനാണെന്ന് പറ്റിയ അബദ്ധം കൊണ്ട് നമ്മൾ ഇവിടെ വന്നു പോയതാണ്. അത് മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അടുത്തുള്ള എല്ലാം കൃഷ്ണന് വേണ്ടി ചെയ്ത് ഭഗവാന് വേണ്ടി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ നിഷ്കാമമായിട്ടെല്ലാം ചെയ്തിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുന്നു. പക്ഷെ ഭൗതികവാദികൾക്ക് ഇതൊന്നും അറിയത്തില്ല. കിട്ടിയത് പോരാ, ചെയ്തത് പോരാ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതോടുകൂടി അത് നമ്മൾ പിന്നെയും ദുരിതത്തിനകത്ത് അകപ്പെടുകയാണ്. അത് അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഋഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്ക് അധിപതിയാണ് ഭഗവാൻ, ഇന്ദ്രിയങ്ങളുടെ അധിപതിയാണ് ഭഗവാൻ എന്നും അവരെ ഓർക്കുന്നില്ല. ഈ ഇന്ദ്രിയങ്ങളുടെ സുഖം നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മളുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തുക്കളും നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പക്ഷെ അവർക്കറിയത്തില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നാഥൻ ഭഗവാനാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ച് ഭഗവാന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടിയേ ചെയ്യാവൂ. എന്ത് ചെയ്യുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു മേൽഗതി ഉണ്ടാകും, മോക്ഷം ഉണ്ടാകും, മുക്തി ഉണ്ടാകും. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ മാതാജി വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ എന്താണ് ഈ മിഥ്യാഹങ്കാരം എന്ന് നമ്മൾ നോക്കാം. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്തിൽ മോഹിതനായ ജീവാത്മാവ് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നതിന്റെ വിവർത്തനത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിഥ്യാഹങ്കാരം എന്താണ്? കൃഷ്ണകുമാരി മാതാജി ഇപ്പോഴും കണ്ണുള്ള കയറിയാൽ എന്ത് പറ്റി? പ്രഭു ജപിച്ചോണ്ടിരുന്നു. ഞാനങ്ങ് ഇന്ന് വ്യാഴാഴ്ചയാന്ന് ഓർത്ത് പ്രഭു. ഇപ്പഴാ വെള്ളിയാഴ്ചയാണല്ലോ എന്ന് പിന്നെ ഓർമ്മ വന്നത്. അതല്ല, എന്താണ് മിഥ്യാഹങ്കാരം? മാതാജിക്ക് ആ മിഥ്യാഹങ്കാരം ഉണ്ടോ? ഉണ്ട് പ്രഭു, എല്ലാവർക്കും ഉണ്ടല്ലോ, ഇല്ലാത്തവരാരും ഇല്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, അത് കാരണം എനിക്ക് ഒരുപാട് താങ്ക്സ്. ഉണ്ടെന്ന് തന്നെ. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. എന്താണ് മിഥ്യാഹങ്കാരം?
മിഥ്യാകാരം ഞാൻ എന്ന ഭാവം നമുക്ക് ഞാൻ എന്ന ഭാവം നമ്മൾ ആത്മാവാണ് ശരീരമാണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ശരീരമാണ്, നമ്മളാണ് എല്ലാം ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഞാൻ എന്ന ഭാവം എന്റെ ഇത് മിടുക്കുകൊണ്ടായ ലോകത്തിൽ ഇതെല്ലാം നടക്കുന്നതെന്നുള്ള ഒരു ഭാവം നമുക്കുണ്ട്. ഞാൻ ഈ ഒരിത് ശരീരമാണ് എന്നുള്ള ഭാവമാണ് അഹങ്കാരം മിഥ്യാഹങ്കാരം. നമ്മുടെ ശരീരം ആത്മാവാണെന്ന് നമ്മൾ എന്നുള്ളൊരു അറിയുന്നില്ല. മിഥ്യയാണല്ലേ? ശരീരം എന്നുള്ളൊരു മിഥ്യയാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച സംഭവമാണ് അല്ലേ? അപ്പൊ അത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതുപോലെ തന്നെ തിരിച്ച് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് മിഥ്യയാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്ത ഒന്നിനെ പറ്റി വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് അല്ലേ? അതിനോടുള്ള അറ്റാച്ച്മെന്റും അതുപോലെ തന്നെ അതിനോടുള്ള സ്നേഹവും അതിനെന്തെങ്കിലും ഒരു ചുളിവുകൾ ഇത് സംഭവിച്ചു നമ്മൾ ഉടനെ പിന്നെ പെയിന്റ് അടിക്കാൻ പോകുന്നു. അങ്ങനെ 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 കൂടുതൽ അറ്റാച്ച്മെന്റാണ് പല ശരീര സംബന്ധമായ വിഷയങ്ങളിലും. ശരീര സംബന്ധമായ നമുക്ക് കുറച്ച് ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകുന്നു, ആസക്തിയാകുന്നു. പക്ഷെ ഇതെല്ലാം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആത്മാവ് എന്താണെന്ന് പറയത്തില്ല. അപ്പൊ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അഹങ്കാരം. അത് യഥാർത്ഥത്തിലുള്ള അഹങ്കാരമാണ് അല്ലേ? അതുപോലെ തന്നെ ഞാൻ എന്താണ് മമേവാംശ ജീവലോക ജീവഭൂത സനാതന, ഞാൻ ഈ ഭഗവാന്റെ ശാശ്വതം അംശവുമാണ് എന്നുള്ള ആ വിചാരമാണ് ശരിയായിട്ടുള്ള അഹങ്കാരം അല്ലേ? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ, ഭരതനാരായണായ നമാം. എന്താ അവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്? ആനന്ദ ചിന്മയ ഹരേ. ആനന്ദവും എപ്പോഴും പരമാനന്ദം തരുന്ന ആളാണ്, സന്തോഷമല്ല. സന്തോഷം നമ്മുടെ ഈ മിഥ്യ ആയ ഈ ശരീരത്തിലുണ്ടാകുന്നതാണ് സന്തോഷം. അതുകൊണ്ട് തുഞ്ചത്ത് ആചാര്യൻ പറഞ്ഞിരിക്കുന്നുണ്ട് ആനന്ദ ചിന്മയ ഹരേ. ചിന്മയ എന്ന ചിത്തത്തിനെ മയപ്പെടുത്തുന്ന. അതുകൊണ്ടാണ് നമ്മൾ വെണ്ണ അല്ലേ? വെണ്ണ എന്ന് പറഞ്ഞിങ്ങനെ ഉരുകുന്ന സാധനമല്ലേ? ഭഗവാൻ എന്തിനാ വെണ്ണ മോഷ്ടിക്കുന്നത്? ഭഗവാൻ അതുകൊണ്ടാണ് നമ്മൾ ഹൃദയം എപ്പോഴും വെണ്ണ പോലെ ആക്കിയിടുന്നെന്ന് പറയുന്നത് അല്ലേ? ആനന്ദ ചിന്മയ ഹരേ. ഉരുകുന്ന മാതിരി ആയിരിക്കണം, കല്ല് പോലെ, പാറക്കല്ല് പോലെ അനങ്ങാതിരിക്കുന്ന ആകരുത്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഗോപിമാരെ ഒക്കെ രമിപ്പിച്ചവനെ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞ് എനിക്ക് ഒരിക്കലും തോന്നരുത്. ഇപ്പൊ ഈ മാതാജി പറഞ്ഞ മിഥ്യാഹങ്കാരം എനിക്ക് ഒരിക്കലും തോന്നരുത്. ശരീരവും ശരീര സംബന്ധമായ വിഷയങ്ങളും വിചാരിച്ചിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ എനിക്ക് ഒരിക്കലും തോന്നരുതേ. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിൽ, അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ അഖിലവും ഞാനാണ് എന്ന് തോന്നണം. അതെങ്ങനെ തോന്നുന്നത്? അതാണ് ഈ ബ്രഹ്മസങ്കല്പം അല്ലേ? ഈ പ്രപഞ്ചം മുഴുവനും ഞാനാണ്, അഖിലം ഞാനിതെന്ന വഴി. അതായത് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും കാണുന്നത്, ഇപ്പം നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ കാണുന്ന, ഇവിടെ കാണുന്നൊരു പല്ലിയിലെ, പാറ്റയിലെ, പൂച്ചയിലെ, ഇതിലൊക്കെ കാണുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് ഇവരിലെല്ലാം. ആ ഒരു വലിയ ഭാവമായിട്ടാണ് നമ്മൾ കാണേണ്ടത് അതിനെ. ഞാൻ എന്നൊരു ചുരുങ്ങാതെ ആ ഞാൻ എന്നുള്ളതിനെ എല്ലായിടത്തും ആക്കുക. ഞാൻ എന്നുള്ളത് ചുരുങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് ഞാൻ ഈ ശരീരമാണെന്ന് തോന്നുന്നത്. ആ ഞാൻ എന്നുള്ളതിനെ അങ്ങ് നമ്മൾ വിപുലീകരിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ തന്നെയാണ് ബാക്കി ഉള്ളിടത്ത് എല്ലാത്തിലും ഉള്ളത് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നരുതേ ഒരിക്കലും ഞാൻ എന്ന ഭാവം. അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആണ് വിചാരിക്കുന്നതെങ്കിൽ ഈ ഞാൻ തന്നെയാണ് എൻ്റെ ചുറ്റോട് ചുറ്റുമുള്ളിരിക്കുന്ന സർവ പക്ഷി പ്രാണി മൃഗാദികളിലും കുടികൊള്ളുന്ന ചൈതന്യം ഒരേ ചൈതന്യം തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഞാൻ എന്നുള്ള വിചാരത്തിന് കുറച്ച് കുറവ് വരും. അപ്പൊ അത് കൊണ്ടാണ് നമുക്ക് ഈ മിഥ്യാഹങ്കാരം കൊണ്ടാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും. മകള് അല്ലെങ്കിൽ ഭർത്താവ് അവരൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക, കരഞ്ഞ് നിലവിളിച്ചിരിക്കുക, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വഴിപാട് കഴിക്കുന്നു അവരുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വഴിയെ പോകുന്നവരോടെല്ലാം പറയുന്നു എന്നോട് മോളിങ്ങനെ പറഞ്ഞു, അല്ലെ മരുമോൾ ഇങ്ങനെ പറഞ്ഞു, മകൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും
ഈ എന്താണ് പറയുന്നത്, അങ്ങനെ ഒരു ബോധം നമുക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം വേറൊരു എന്താ പറയുന്നത്, നമ്മളുടെ ചുറ്റോട് ചുറ്റും കാണുന്ന ഒരു വിദ്യാഭ്യാസ രീതിയിലും ആത്മാവിനെ പറ്റി പഠിപ്പിക്കുന്നില്ല. ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്, ഭഗവത്ഗീത. അതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ അഹങ്കാരത്തിന് പ്രഭാവത്തിൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇത് ഞാനില്ല എങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. ഞാനും എപ്പോഴും പറയുന്നത് അല്ലേ, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഓഫീസിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും. ഇപ്പൊ പറയത്തില്ല എല്ലാം ഭഗവാനെ ഭഗവാൻ അനുവദിച്ചാ വരാം, ഭഗവാൻ അനുവദിച്ചാൽ ചെയ്യാന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാം ഓഫീസിൽ ഭഗവാൻ വെച്ചിട്ട് എന്നേ നമുക്ക് അങ്ങനെ പറയത്തുള്ളൂ. ഭഗവാൻ എന്ന് പറയാൻ നമ്മൾ പറ്റുമോ? കൃഷ്ണാബോധത്തിലുള്ള ഞാൻ ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ഓഫീസിലുള്ളത്. ഞാൻ നേരത്തെയുള്ള കമ്പനിയിലൊക്കെ 1-2 പേർക്ക് അറിയാമായിരുന്നു. ഇപ്പം അവിടെ ഒരു പറയാൻ കാര്യം പറ്റുമോ? ഇപ്പൊ ഒരാൾ ചെയ്യുന്നുണ്ട്. അവിടെ ഇഷ്ടംപോലെ പൂക്കളാണ്, ഈ ചെമ്പകത്തിന്റെ പൂവാ, വെള്ളച്ചെമ്പകം. അപ്പൊ ഞാനിങ്ങനെ പൂ പറിക്കാൻ ഇറങ്ങി നല്ല കഴിഞ്ഞ് വാസന കഴിഞ്ഞാൽ ഇല്ലേ? ആൾക്കാർ നല്ല ശ്രദ്ധിച്ചു വാസന. കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അപ്പൊ അവിടെ ഒരു നേപ്പാളിയായിട്ടുള്ള ഒരു ടെക്നീഷ്യൻ, അവർക്കൊക്കെ വല്ലപ്പോഴേ പണിയുള്ളൂ ഓഫീസിൽ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഇരിക്കുന്നുണ്ട് നേപ്പാളിയെ, പിന്നെ ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരു പയ്യന് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവര് ഒരു ദിവസം അതിലെ നേപ്പാളിയുടെ ഇവിടെ ഇങ്ങനെ കുടുമി കിട്ടിയിട്ടുണ്ട്, ശിഖ ഇങ്ങനെ തലമുടിയല്ല. അപ്പൊ ഞാൻ ശരി വെറുതെ ഒന്ന് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ രാധേ രാധേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് ഡെയിലി ഞാൻ അങ്ങനെ രണ്ടുപേരെയും കാണുമ്പോൾ പറയാം. അപ്പൊ ഒരാളോട് പറഞ്ഞപ്പോൾ മറ്റേ ആളോട് അറിഞ്ഞു ഞാനിങ്ങനെ കൃഷ്ണഭക്തനാണെന്നൊക്കെ അറിഞ്ഞ് അവര് ഡെയിലി കാണുമ്പോൾ രാധേ രാധേ എന്ന് പറയും, അല്ലെങ്കിൽ രാധേ കൃഷ്ണ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു ദിവസം ആ പയ്യനെ ഒറ്റയ്ക്ക് കണ്ടു. അല്ലെങ്കിൽ ഇത് കുറച്ച് മറ്റുള്ള സമുദായക്കാരുടെ കൂടെയാണ് എപ്പോഴും ഇവർ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് ഒരു ദിവസം ഞാൻ ആ പയ്യനെ പുറത്തു വെച്ച് കണ്ടു. ഈ ഒരു ഗാർഡൻ ഉണ്ട് നിറയെ പൂക്കളുള്ള, ഏക്കർ കണക്കിന് ഇങ്ങനെ ഗാർഡനാ ഉള്ളത്. അപ്പൊ എനിക്ക് വിചാരിച്ചു, നമ്മൾ പൈസ കൊടുത്ത് ഈ തൂക്കിയല്ലേ പൂക്കളൊക്കെ വല്ലപ്പോഴല്ലേ മേടിക്കാറുള്ളൂ. ഓണം വരുമ്പോഴോ വിഷു വരുമ്പോഴോ അല്ലെങ്കിൽ ഇനിയിപ്പം അങ്ങനത്തെ എന്തെങ്കിലും വിശേഷങ്ങളിൽ നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി നല്ല പൊന്നിന്റെ വില കൊടുത്താണ് പൂക്കൾ തൂക്കി വാങ്ങിക്കുന്നത്. അപ്പൊ ഞാനോർത്ത് ഇത്രയും പൂക്കൾ ഇവിടെ കിടന്ന് തന്നെ വാടിപ്പോവും, അത്രയും ചൂടും, 50 ഡിഗ്രി ചൂടും. അപ്പം ഞാനോർത്ത് അങ്ങനെയാണെങ്കിൽ ഈ പയ്യനോടും ചോദിച്ചു, വളരെ മടിച്ചാ ചോദിച്ചത്. അപ്പം എന്നോട് പറഞ്ഞു ഒരുപാട് പേര് ഇത് ഇവിടുന്ന് ഇറുക്കിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ പൂക്കളൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാനത് പറിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാണ്? നിങ്ങൾ രാവിലെ വരുന്നതല്ല, അപ്പം വെയിലാകുന്നതിന് മുൻപേ അന്ന് പറിച്ചു തരാമോ, ഞാൻ കവർ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കവർ കൊണ്ടു കൊടുത്തു. പയ്യൻ എല്ലാ ദിവസവും എനിക്ക് പറിച്ചു തരാം. അതുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ എല്ലാ ദിവസവും വെക്കാനായിട്ട് പറ്റും. മനസ്സിലാകുന്നില്ല? അപ്പം നമ്മൾ അവിടെ പറയുമ്പോൾ നമുക്ക് ഈ നമ്മൾ കൃഷ്ണാബോധം ഫലം ഈശ്വരൻ തരുമെന്നൊന്നും നമ്മളോട് പറയാൻ വരുന്നവരോട്, വഴക്കിടാൻ വരുന്നവരോട് പറയാൻ പറ്റത്തില്ല. ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങളാണ്, അതുപോലത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒക്കെ ഞാനിത് ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ഇത്രയും 10 വർഷമായിട്ട് പ്രോജക്റ്റ് അവിടെ നിന്ന് അനങ്ങായിരിക്കും. ഞാൻ വന്നതിന് ശേഷം അല്ല ഇതെല്ലാം കണ്ടുപിടിച്ച് സോൾവ് ആയി. ഇത് പ്രോജക്റ്റ് ഇപ്പൊ തീരാറായി, ഡിസംബർ കൊണ്ട് ഏകദേശം തീരുന്ന പോലെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് മുൻപേ അത്രയും പേര് ഒഴിവാക്കി കണ്ടുപിടിക്കാതെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറയാതെയോ പോയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വന്നതിന് ശേഷം ആണല്ലോ ഇത് ഞാൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പല സാഹചര്യങ്ങളും പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓർക്കുകയും ചെയ്യും, ഞാനെൻ്റെ തിരിച്ചു വന്നിട്ട് പറയും, ഞാൻ എന്തിനായി അഹങ്കാരിച്ചത്, ഞാനിപ്പോൾ ഈ ക്ലാസ് ഒക്കെ എടുത്ത് അവരുടെ മുൻപിൽ അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഓക്കെ, അതുപോലെ ചില സാഹചര്യത്തിൽ വീണ്ടും പറയാറുണ്ട്. കാര്യം എൻ്റെ അടുത്തിരുന്ന് 24 hours എന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ആൾക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ സാലറി കിട്ടി, എനിക്ക് ഒഴിച്ച് ബാക്കി. അവർക്കൊന്നും എന്താണ് 1% പോലും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അവരുടെയൊക്കെ ജോലി തീർന്നു. എൻ്റെ ജോലിയാണ് ബാക്കി കിടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, അവർക്ക് ജോലി ഇല്ലാന്ന്. പക്ഷെ മാനേജ്മെന്റ് കൂട്ടിക്കൊടുത്തത് അവർക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് മാനേജ്മെന്റോ കമ്പനിയോ എൻ്റെ മാനേജറോ ഇതൊന്നും അല്ലല്ലോ ഇത് ചെയ്തു തരുന്ന ആള്. ചെയ്തു തരുന്ന ഭഗവാനല്ല. അപ്പൊ ഭഗവാൻ വിചാരിച്ചു വേണം എനിക്കതിന് വേണ്ട എന്ന് വിചാരിച്ചു വേണം. അപ്പൊ പിന്നെ ഞാൻ ആ രീതിയിൽ ഉൾക്കൊണ്ടാൽ മതിയില്ലേ എനിക്ക്. അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ അറബികള് ചെയ്യുന്ന എന്താണ്, പല അറബ് കൺട്രീസിൽ നിന്നുള്ളവരാണ് എൻ്റെ കൂടെ ഈ കൂട്ടി കിട്ടിയ ആൾക്കാരൊക്കെ. അപ്പൊ അവർ വിചാരിക്കുന്നത് മറ്റൊരാൾക്ക് കൂട്ടി കിട്ടിയെന്ന് അറിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ജോലി നിർത്തും, അല്ലെങ്കിൽ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ അതിനൊന്നും പോയി ഒന്നുമില്ല. ഞാൻ
സമാധാനമായിട്ട്. എന്നാലും എന്നോട് ചോദിച്ചു വന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള യോഗ്യതയായിട്ടില്ലായിരിക്കാം. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ ചിലപ്പം ഞാൻ അഡ്വർടൈസ് ചെയ്ത് നടക്കുന്നില്ലല്ലോ. മറ്റുള്ളവർ അവർ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി പറഞ്ഞു നടക്കും. ഞാൻ അതുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പം കിട്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ജോലി അന്വേഷിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി തീരാറായി. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ ആശ്വസിക്കുകയാണ്. നമുക്ക് പറയണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇങ്ങനെയാണ് ഫലത്തിൽ വരുന്നത്. അപ്പം നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എപ്പോഴും പറയും. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ധ്രുവസ്ഥിതി ചൊല്ലിയിട്ടാണ് ഞാൻ ഓഫീസ് തുടങ്ങുന്നത്. കാര്യം അറിഞ്ഞോ അറിയാതെ അത് നമ്മളാണെന്ന് നമ്മൾ പറഞ്ഞ് അഹങ്കരിക്കാറുണ്ട് ഇതെല്ലാം ചെയ്തത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ധ്രുവസ്ഥിതി ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിക്കാം. പണ്ടൊക്കെ ഒരു ശ്ലോകം പഠിക്കാനായിട്ട് എന്നെ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഒന്നും പഠിച്ചാൽ ഓർമ്മയില്ല, ഒന്നുമില്ല. ഞാനത് ജ്ഞാനാംബിക മാതാജി നേരത്തെ തന്നെ പഠിച്ചിരുന്നു, പക്ഷെ ഞാനത് പഠിക്കാൻ കുറേ പാടുപെട്ടു. പക്ഷെ ഇപ്പം അറിയാം. അങ്ങനെ ഞാൻ ആ ധ്രുവസ്ഥിതി ചൊല്ലിയിട്ടാണ് ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാകട്ടെ എന്ന് ഉള്ള രീതിയിലാണ് കാര്യം. അല്ലെങ്കിൽ ഇവിടെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം പൊങ്ങി തല പൊക്കി വരും. അതിങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ കാളിനെ പോലെ ഇങ്ങനെ വന്ന് നമ്മുടെ കൂടെ നിൽക്കും. രാധിക മാതാജി എന്താണ്, പോകുവാണോ? അതല്ല, പ്രഭു ധ്രുവസ്തുതി പറഞ്ഞപ്പോ ഞങ്ങൾ അത് കൈകൂപ്പിയതാണ്. അതെയോ അതെയോ. ഞാനോർത്ത് എന്താ ഇങ്ങനെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഒരു കൈ ഇങ്ങനെ. അപ്പം യോന്തപ്രവശ്യമം വാചിവാം പ്രസൂത്താം സഞ്ജീവനത്യഖില ശക്തിധര സുധാംന അന്യാസ്തഹസ്തചരണസരുണാത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ ഇതൊക്കെ എന്താണ്? അഖിലം ഞാനിതെന്ന വഴി തോന്നേണം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇത് എന്താണ്? എല്ലാം ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. ആ അഖില സ്വരൂപൻ, പൂർണ്ണ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെ നമ്മുടെ മനസ്സിലിരുന്ന് നമ്മളെ നിശ്ചലമായിട്ട് കിടക്കുന്ന നമ്മുടെ നിശ്ചലമായിട്ട് കിടക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഇതെല്ലാം ഉണർത്തി ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്ലോകത്തില് ഈ വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഈ 3 ഗുണങ്ങളെ പറ്റി നമ്മൾ 13ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്, ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ. അപ്പൊ അങ്ങനെ 13ആണോ 14ആണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതില് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾ 3 തരത്തിലുള്ള കയറുകളിലാണ്. 3 തരത്തിലുള്ള സത്വഗുണം എന്ന് പറഞ്ഞാൽ സ്വർണത്തിലുള്ള കയറ്, രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി കൊണ്ടുള്ള കയറ്, തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുള്ള കയറ്. ഈ 3 കയറ് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും എല്ലാം ബന്ധനമാണ്, ചങ്ങലയാ. എല്ലാം ബന്ധനമാണ് അല്ലേ? അപ്പൊ ഏത് കയറാണെങ്കിലും ബന്ധനമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ 3 ഗുണങ്ങളും ഭൗതിക അല്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് സത്വഗുണം എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ബ്രാഹ്മണിക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഗുണമാണെങ്കിലും ജനിക്കേണ്ടി വരും വീണ്ടും. നമ്മൾ കൃഷ്ണാബോധമുള്ളവര് ശുദ്ധ സ്വാതിക്കിലേക്കാണ് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ ഇവർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മള് 14ാമത്തെ അധ്യായം. അപ്പം 13 എന്ന് പറഞ്ഞാൽ പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അതാണ് 13. ഓക്കെ, ഇത് 14ാമത്തേലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ അത് ഞാനിപ്പോൾ മറ്റവർക്ക് എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ, അതിന്റെ റിവിഷനൊക്കെ കഴിഞ്ഞ്. ഇപ്പൊ ഇന്ന് 17ലെത്തി ഞാൻ ഇവിടെ രാവിലെ എടുക്കുന്ന ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ വളരെ പ്രശ്നങ്ങളാണ് അല്ലേ? നമ്മൾ ഭൗതിക പ്രകൃതിയിലെ നമ്മൾ അങ്ങ് ആസക്തരായി പോവുകയാണ് അല്ലേ? പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആസക്തരായി. അപ്പൊ നമ്മൾക്ക് എന്തിനാണ് ഈ മന്ത്രം ജപിക്കുന്നത്? നമ്മുടെ ആന്തരിക പ്രകൃതിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആന്തരിക പ്രകൃതി ഏതാണ്? ആന്തരിക പ്രകൃതി അല്ലെങ്കിൽ ദേവി പ്രകൃതി ആരാണ്? ദേവി പ്രകൃതി ദുഃഖാദേവി, രാധാറാണി. രാധാറാണി. അപ്പൊ ആ ദേവി പ്രകൃതിയെ നമ്മൾ നിർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ദേവി പ്രകൃതി അങ്ങനെ പെട്ടെന്ന് ഉണർത്താനായിട്ട് സാധ്യമല്ല. ദേവി പ്രകൃതി കാര്യം എല്ലാവരിലും കൃപാലുവാണ്. ഇങ്ങനെ ദേവി പ്രകൃതി നോക്കിയിരിക്കുകയാണ് നമ്മളോട് നമ്മളിങ്ങനെ ഭക്തരാകാൻ വരുന്നത്. അതായത് ഒരു
അതായത് ഒരു മകൻ താന്തോന്നിയായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. അവരുടെ അമ്മ എത്ര വിഷമത്തോടു കൂടി അവൻ നന്നായിട്ട് തിരിച്ചു വരാണ്ട് കാത്തിരി എന്ന് പറഞ്ഞ പോലെ രാധാറാണി ഇങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇവൻ എന്ന് എൻ്റെ മാർഗത്തിലേക്ക് വരുമെന്ന്. നമ്മളെ ഓരോ മക്കളെയും രാധാറാണി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാനിപ്പം കുറേ ദിവസമായിട്ട് ഒരു ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഹിന്ദിക്കാരുടെ. അപ്പോൾ അതിൽ പറഞ്ഞൊരു കഥ ഞാൻ ലാസ്റ്റ് പറയാം, സമയം കുറവല്ല അത് കാരണം ലാസ്റ്റ് പറയാം. നല്ലൊരു കഥയാണ്, ഒരുപാട് കഥയുണ്ട്, അതിലെ ഒരു കഥ മാത്രമേ ഞാൻ വളരെ ചുരുക്കി പറയാം, നല്ല ദീർഘമുണ്ട്. ആ കഥയെന്ന് പറഞ്ഞാൽ രാവിലെ സമയം പോയത് ഞാൻ പറഞ്ഞ രാവിലെ 2 മണിക്കൂറായി പോയി ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അതാ നമ്മൾ പ്രവണി പറഞ്ഞിരിക്കുന്ന ഒച്ച പ്രശ്നം അതാ, അല്ലാതാ ഈ ഒച്ചയുടെ പ്രശ്നം. ഇങ്ങനെ അതെ ഒത്തിരി അതെ അതെ. കഥകളൊക്കെ പറയുന്നത് ഒച്ച. അപ്പം ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. നമ്മൾ അതാണ് ഇവിടെ ലാസ്റ്റ് അതെ. പറഞ്ഞിരിക്കുന്നത്. ഋഷികേശനെ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സേവ ചെയ്യുക. അത് മാത്രമാണ് നമ്മളെ ഈ പ്രവർത്തനത്തിന്റെ ഫലത്തിൽ നിന്നും, അതായത് മിഥ്യാഹങ്കാരത്തിൽ നിന്നും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം. അങ്ങനെ നമ്മൾ പ്രവൃത്തി ചെയ്ത് 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 കർമ്മമാർഗത്തിൽ കൂടെ ഭക്തിയിൽ എത്തിച്ചേരുന്നു, ഭക്തിയിൽ കൂടി ജ്ഞാനമാർഗത്തെത്തുന്നു. ഭഗവത്ഗീതയും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. 6 കാണ്ഡങ്ങള്. ആദ്യത്തേത് കർമ്മകാന്ഡം, പിന്നത്തേത് എന്നാണ് ഇതാണ് ഭക്തിയോഗമാണ്, പിന്നത്തേത് 6 ഭക്തിയോഗം, കാണ്ഡം, പിന്നത്തേത് ജ്ഞാനകാന്ഡമാണ്. ജ്ഞാനയോഗം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കർമ്മകാന്ഡത്തിലൂടെയാണ്. അപ്പോൾ ഈ കർമ്മകാന്ഡം നമ്മളെ പഠിപ്പിക്കുന്ന പ്രവൃത്തിയിലൂടെ എങ്ങനെ നമ്മൾ ഭഗവാനെ തൃപ്തി ചെയ്യാനായിട്ട് പറ്റും. ആ പ്രവൃത്തി ചെയ്ത് ചെയ്ത് ഭഗവാന്റെ കാരുണ്യത്താലാണ് നമുക്ക് ഭക്തി തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ദർശനവും തരുന്നുണ്ട് അല്ലേ? വിശ്വരൂപ 11-ാമത്തെ അധ്യായത്തിൽ ദർശനവും നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് മാതാജിയുടെ 28-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഗുണവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. ആരെ ഹരേ വായിക്കുന്ന? കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഞാനും വായിക്കാതെ കഴിഞ്ഞിട്ട് പ്രഭു. ആ തത്വിത്തു മഹാബാഹോ ഗുണകർമ്മ ഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്വവിത്തോ മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാക്കി മാതാജി തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. മഹാബാഹു, അല്ലയോ മഹാബാഹുവായവനെ, ഗുണകർമ്മ വിഭാഗയോ ഗുണാനുസൃതമായ കർമ്മ വിഭാഗങ്ങളുടെ തത്വവിത്ത് നിരപേക്ഷ തത്വം അറിയുന്നവനാകട്ടെ. ഗുണ ഇന്ദ്രിയങ്ങൾ, ഗുണേഷു ഇന്ദ്രിയ സുഖങ്ങളിൽ വർത്തിക്കുന്നു എന്ന് മത്വ മനസ്സിലാക്കിയിട്ട് ഞാൻ സജ്ജതേ സക്തനാകുന്നില്ല. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിപരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ് കി ജയ്. നിരപേക്ഷ സത്യം അറിഞ്ഞവന് ഭൗതികവുമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ള തൻ്റെ കുഴപ്പം പിടിച്ച അവസ്ഥയെപ്പറ്റി നന്നായി അറിയാം. പരമദിവ്യോത്തമ പുരുഷന്റെ വിഭിന്ന അംശമാണ് താനെന്നും തന്റെ സ്ഥാനം ഭൗതിക ലോകത്തിലായിരിക്കരുതെന്നും അയാൾക്കറിയാം. സച്ചിദാനന്ദ സ്വരൂപനായ പരമപുരുഷന്റെ ഒരംശമെന്നതാണ് തന്റെ വ്യക്തിത്വമെന്നും ഭൗതികമാണ് ജീവിതമെന്ന ഭാവനയിൽ താൻ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. വിശുദ്ധാവസ്ഥയിൽ അയാൾ ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിൽ
അയാൾക്ക് കർമ്മങ്ങളെ തിരിച്ചുവിടേണ്ടതാണ്. അതുകൊണ്ട് അയാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ സ്വാഭാവികമായി ക്ഷണികങ്ങളും ചുറ്റുപാടുകളെ ആശ്രയിച്ചിട്ടുള്ളതുമായ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനാസക്തനുമാകുന്നു. തന്റെ ഭൗതിക ജീവിതാവസ്ഥ തികച്ചും ഭഗവാന്റെ നിയന്ത്രണത്തിന് അതീതമാണെന്ന് അയാൾക്ക് അറിയാവുന്നതിനാൽ ഭൗതിക പ്രതിപ്രവർത്തനങ്ങൾ ഒരിക്കലും അയാളെ അലട്ടാറില്ല. അവയെ ഈശ്വരാനുഗ്രഹങ്ങളായിട്ടാണ് അയാൾ കരുതുന്നത്. പരമസത്യത്തെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയുന്നവനെ ശ്രീമദ് ഭാഗവതം തത്വവിത്ത് എന്ന് വിളിക്കുന്നു. പരമപുരുഷനുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചുള്ള വാസ്തവികാവസ്ഥ അയാൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയിലും പരകാംക്ഷയോട് ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. എന്ന് വെച്ചാൽ കൃഷ്ണാവബോധത്തിൽ ഉള്ള ഒരാൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. കാരണം ഈ ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മവും ഭക്തിപരമായിട്ട് ചെയ്യുന്ന കർമ്മവും അയാൾക്ക് നല്ലവണ്ണം അറിയാൻ സാധിക്കും. അത് തമ്മിലുള്ള വ്യത്യാസവും അറിയാൻ സാധിക്കും. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കാറില്ല. അദ്ദേഹം ഭഗവാന് വേണ്ടി മാത്രമുള്ള കർമ്മങ്ങളിൽ മാത്രമേ എല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അല്ലാതെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയോ ഒന്നും അയാൾ ചെയ്യാറില്ല. ഭാവാർത്ഥം നിരപേക്ഷ സത്യം അറിഞ്ഞവന് ഭൗതികവുമായി ബന്ധപ്പെട്ടത് കൊണ്ടുള്ള തൻ്റെ കുഴപ്പം പിടിച്ച അവസ്ഥയെപ്പറ്റി നന്നായിട്ടറിയാം. നിരപേക്ഷ സത്യം, ഭഗവാന്റെ നിരപേക്ഷ സത്യം അറിഞ്ഞവന് ഭൗതികമായുള്ള ബന്ധത്തെ കുറിച്ചുകൊണ്ടുള്ള തൻ്റെ കുഴപ്പം പിടിച്ച അവസ്ഥയെ അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മളെല്ലാം ഭഗവത് ധാമത്തിലായിരുന്നു. അവിടുന്ന് പിന്നെ നമുക്കൊരിത് തോന്നി, നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്നും ഈ ഭഗവാൻ അനുഭവിക്കുന്ന സുഖം അനുഭവിക്കണമെന്നും ഒക്കെ തോന്നിയപ്പോഴാണ് നമ്മളെ ഭഗവാൻ ഇങ്ങോട്ട് ഭൗതികത്തിലോട്ട് വിടുമെന്ന് അറിഞ്ഞിട്ട് വരാൻ വിട്ടതാ. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോയി. നമ്മളിതെല്ലാം കണ്ട് നമ്മൾ അതിനകത്തായി. പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ വയ്യാത്ത ഒന്നിന് പറയാ മറ്റേത് മറന്നു. അതുകൊണ്ടുള്ള അവസ്ഥ, അത് കുഴപ്പം പിടിച്ച അവസ്ഥയാണെന്ന് നന്നായിട്ട് അറിയാം ഭക്തിയുള്ളവന്. അല്ലാത്തവർ പിന്നെയും അതിന്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ പരമദിവ്യോത്തമ പുരുഷന്റെ വിഭിന്ന അംശമാണ് താനെന്നും തന്റെ സ്ഥാനം ഭൗതിക ലോകത്തിൽ ആയിരിക്കരുതെന്നും അയാൾക്കറിയാം. കാരണം അയാൾക്ക് നന്നായിട്ടറിയാം നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന്. ഭഗവാൻ നമ്മളെ ഒരു പരീക്ഷണത്തിന് ഇങ്ങോട്ട് വിട്ടതാണെന്നും നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി വിട്ടതാണെന്നും. പക്ഷെ നമ്മൾ അതിനകത്ത് കുടുങ്ങാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ, അല്ലാതെ നമ്മൾ ഈ ഭൗതികത്തിൽ കിടന്ന് കുടുങ്ങാൻ വേണ്ടി അല്ല നമ്മൾ ഇരിക്കുന്നെന്നുള്ള അയക്ക് നല്ലവണ്ണം അറിയാം. ഈ കൃഷ്ണാവബോധമുള്ള ഭക്തന് നന്നായിട്ട് അറിയാൻ പറ്റും. അല്ലാത്തവർക്ക് ഇത് തന്നെയാണ്, ഈ ഇന്ദ്രിയ സുഖഭോഗങ്ങളും അനുഭവിച്ച് ഈ സ്വത്തും അതും ഇതും ഒക്കെ കണ്ട് മനസ്സും കണ്ണും ഒക്കെ ഇങ്ങനെ മരച്ച് അവര് പിന്നെയും ഈ ദുരിതത്തിൽ അകപ്പെട്ടു പോകുന്നു. ബന്ധനമായിട്ട് പോവുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ് നമ്മളെ ഇവിടെ. പിന്നെ സത്യാനന്ദ സ്വരൂപനായ പരമപുരുഷന്റെ ഒരംശമാണ് തൻ്റെ വ്യക്തിത്വമെന്നും ഭൗതികമാണ് ജീവിതമെന്ന ഭാവനയിൽ താൻ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അത് ഞാൻ പറഞ്ഞതാണ്. കാരണം നമ്മൾ പരമപുരുഷന്റെ അംശമാണ്, നമ്മൾ എങ്ങനെയോ ഇവിടെ കുടുങ്ങിപ്പോയതാണ്. നമുക്കപ്പോൾ തിരിച്ച് ഉടനെ തന്നെ നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ എത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തയുള്ളവർ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഭഗവാന് വേണ്ടിയും നമുക്ക് പോകാനുള്ള ഇത് വേണ്ട, നമ്മളെല്ലാം ഭഗവാന് വേണ്ടി ചെയ്യും. അപ്പൊ ഭഗവാൻ അത് കാണും, നമ്മളെ എത്രയും പെട്ടെന്ന് ഭഗവത് ധാമത്തിലോട്ട് ഭഗവാൻ കൊണ്ടുപോകും. അതേ സമയത്ത് ഇങ്ങനെ തന്നെ ചിന്തിക്കാതെ, ഈ കൂട്ടത്തിൽ വന്നവർ ഇങ്ങനെ ചിന്തിക്കാതെ ഈ ഭൗതികത്തിൽ കടന്ന് ജോലി ചെയ്ത് ഭൗതികത്തില് എല്ലാം നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സ്വത്തും നമ്മുടെ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോണു. ഭഗവാൻ അവർക്ക് പിന്നെയും ബന്ധനം കൊടുക്കുകയാണ്, എല്ലാം കൊടുക്കുകയാണ് ഭഗവാൻ. അന്നേരം അതിനകത്ത് പിന്നെയും കുടുങ്ങുകയാണ്. അങ്ങനെ അവർക്ക് പോകാൻ പറ്റാതെ വരുന്നു. പിന്നെ ഈ വിശുദ്ധ അവസ്ഥയിൽ അയാൾ ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിലേക്ക് കർമ്മങ്ങളെ തിരിച്ചു വിടേണ്ടതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുള്ളവര് ഈ ഭഗവത് പ്രേമത്തിലേക്ക് അല്ലെ ഈ കൃഷ്ണാവബോധത്തിലോട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തിരിച്ചു വിടണം. അതുകൊണ്ട് അയാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു.
അത് മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും, നമ്മളും അങ്ങനെ എല്ലാവരും ഇത് മനസ്സിലാക്കുന്ന ജീവാത്മാവ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിലായിരിക്കും ഏർപ്പെടുന്നത്. അപ്പൊ അങ്ങനെ 1 ചെയ്തു, 2 ചെയ്തു, പിന്നെ കൂടുതൽ ചെയ്തു, പിന്നെ നമ്മൾ ഒരു സത്സംഗത്തിൽ പോയി, പിന്നെ എവിടൊക്കെ സത്സംഗം ഉണ്ട് അതിലൊക്കെ പോയി, പിന്നെ ഓൺലൈൻ സത്സംഗം എന്ന് വേണ്ട, എപ്പോഴും അതിനകത്തോട്ട് നമ്മുടെ ചിന്തയായി നമ്മൾ അങ്ങനെ അങ്ങ് മാറും. അതാണ് ഒരു ഉത്തമ ഭക്തന്റെ ലക്ഷണം. അങ്ങനെ ആയി പോകും നമ്മൾ, അങ്ങനെ ആയി പോകണം. അപ്പം നമ്മൾ ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ പോകും. അങ്ങനെ സ്വാഭാവികമായി ക്ഷണികങ്ങളും ചുറ്റുപാടുകളെ ആശ്രയിച്ചിട്ടുള്ളതുമായ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അനാസക്തനാകുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിപ്പം ഒരു ദിവസം ഒരു 4 ക്ലാസ് ഉണ്ട്. ഈ 4 ക്ലാസ് നമ്മൾ ആ 4 ക്ലാസ് 4 മണിക്കൂറായിരിക്കും. ഈ കൃഷ്ണാവബോധം ഇല്ലാത്ത ആളുകൾ ഈ 4 മണിക്കൂറും വേണ്ടാതീനത്തിനായിട്ടും ചെലവഴിക്കുന്നതെന്ന് വെച്ചാൽ TV കാണുക, വല്ലവൻ്റെയൊക്കെ പരദൂഷണം പറയുക, വല്ലവൻ്റെയൊക്കെ വീടുകളിൽ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുക. ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ 10 മിനിറ്റോ പോലും ഭഗവാന് വേണ്ടി ഒരു ശ്ലോകമോ ഭഗവാന് വേണ്ടി ഒരു പൂ പറിക്കുകയോ ഒരു മാല കെട്ടുകയോ യാതൊന്നും ചെയ്യത്തില്ല. ഭഗവത് കർമ്മങ്ങൾ ചെയ്യുന്നതേ ഇല്ല. അങ്ങനെയാണ് അവര്. പക്ഷെ ഈ കൃഷ്ണാവബോധം ഉള്ളവർ അങ്ങനെയല്ല. അവര് എല്ലാ സമയവും ഭഗവത് സേവനം തന്നെയാണ്. പിന്നെ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഒരിക്കലും മറ്റേ ഈ പറഞ്ഞ ആൾ ഏർപ്പെടുകയില്ല. അവയെ ഈശ്വര അനുഗ്രഹങ്ങളായിട്ടാണ് അയാൾ കരുതുന്നത്. ഈ നമുക്ക് കിട്ടുന്ന ഈ സത്സംഗങ്ങളും ഈ പിന്നെ ഇതെല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഈ ഭക്തൻ കണക്കാക്കുന്നത്. മറ്റേ അതല്ല, അയക്ക് നേരമില്ല, അയക്ക് പിന്നെ ഈ ഭൗതികത്തിലെ ചെയ്താലും പോരാ, അത് പോരാ ഇത് പോരാ എന്നുള്ള ചിന്താഗതിയിൽ അയാൾ അങ്ങോട്ട് മുഴുകി പോണു. ഒരു ഭക്തൻ കൃഷ്ണാവബോധത്തിലോട്ട് തിരിഞ്ഞു പോകുന്നു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈശ്വരാനുഗ്രഹമായിട്ടാണ് അയാൾ കരുതുന്നത്. പരമസത്യത്തെ അറിയുന്നവനെ പരമസത്യത്തെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയുന്നവനെ ശ്രീമദ് ഭാഗവത് തത്വവിത്ത് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ പിന്നെ ഭക്തൻ പരമസത്യത്തെ അറിയുന്നത് 3 വിധത്തിലാണ്. കാരണം ബ്രഹ്മം എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്യോതി, അതാണ് ഈ കുറച്ച് ആളുകൾ പറയുന്ന ബ്രഹ്മജ്യോതിയാണ് അവർ. കാരണം ഭഗവാന്റെ ഈ പ്രകാശം അതും ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. സൂര്യരശ്മി പോലെ, സൂര്യനിൽ നിന്ന് രശ്മി വരുന്ന പോലെ ഭഗവാനിൽ വരുന്ന ഈ പ്രകാശമാണ് ബ്രഹ്മജ്യോതി. അതാണ് ബ്രഹ്മമായിട്ട് കുറച്ച് ഭക്തർ കരുതുന്നത്. അപ്പൊ അവരതിനകത്ത് ലയിക്കും, അതേ ഉള്ളൂ. എന്നാലും ഭഗവാനിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഭഗവാന്റെ കുറച്ചൊരു കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പരമാത്മാവ്, അടുത്ത കൂട്ടർ വിചാരിക്കുന്നത് എല്ലാവരുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് പിന്നെ ഭഗവാൻ എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് വിളങ്ങുന്നതാണ് ഭഗവാൻ. അവരവിടം വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ സൂര്യനാണെന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് സൂര്യന്റെ ഉള്ളില്, സൂര്യന്റെ അകത്ത് അതാണ് ഭഗവാൻ. അവിടെ പോയാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടി വരത്തില്ല. ഭഗവാനിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ രൂപത്തിൽ ഭഗവാൻ നമ്മൾക്ക് തരും. നമ്മുടെ പ്രവൃത്തി അനുസരിച്ചുള്ള ഭഗവാൻ നമ്മളെ പിന്നെ തിരിച്ചിങ്ങോട്ട് ഭൂമിയിലോട്ട് വരേണ്ടി വരത്തില്ല, എങ്ങോട്ടും വരേണ്ടി വരത്തില്ല. നമ്മൾ ഈ രീതിയിൽ നമ്മൾ അത് സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തത്വവിത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരത്തില്ല. പരമപുരുഷനുമായി തന്റെ ബന്ധത്തെക്കുറിച്ചുള്ള വാസ്തവിക അവസ്ഥ അയാൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ തത്വവിത്തുകൾ ശരിക്കും പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഭഗവാന്റെ ധാമത്തിൽ എത്തിയിരിക്കും. ഭഗവാന്റെ ആ പിന്നെ ഭഗവാൻ സാക്ഷാത്കാരം നടത്തിയവരെ ഒരു കാലത്തും തിരിച്ച് വരേണ്ടി വരത്തില്ല. മറ്റവര് ബ്രഹ്മസാക്ഷാത്കാരമാണ്, അവര് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. പരമാത്മ സാക്ഷാത്കാരമാണ്, അവര് പരമാത്മാവ് വരെ എത്തി അവിടെ ലയിക്കുന്നു. പക്ഷെ ഭഗവാൻ സാക്ഷാത്കാരം ആയിട്ടുള്ളവര് അവര് ഭഗവാനിൽ ലയിച്ച് അവര് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരികയില്ല. അവർക്ക് പിന്നെ അതാണ് ഏറ്റവും അങ്ങേയറ്റത്തെ ടോപ്പായിട്ടുള്ള കാര്യം. അതാണ് എന്ന് ഞാനിവിടെ പറയുന്നു. പിന്നെ എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഈ ക്ലാസ്സിന് ഒരു ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും. ഞാൻ അങ്ങനെ ക്ലാസ് എടുത്ത് ഒരുപാട് ശീലമില്ല. പിന്നെ ജയേഷ് പ്രഭു ഒക്കെ പറയുന്ന കേട്ട് അങ്ങനെ ഇതൊക്കെ അങ്ങ് പറയുവാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഭുജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. മാതാജി ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് എടുത്തല്ലോ. ക്ഷമിക്കണമെന്ന് പറയുന്നതിനാ മാതാജി? അത് മാത്രം മനസ്സിലായില്ല. ബാക്കി ക്ലാസ് എടുത്തൊക്കെ മനസ്സിലായി. അത് പഠിപ്പിച്ചു തന്നതിനാണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞത്.
നന്നായി അല്ല പറഞ്ഞു. മാതാജി, അത്രയൊന്നും വിസ്തരിച്ച് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. നല്ല പോലെ പറഞ്ഞു. ഞാനത് ഇപ്പൊ ഈ ബുക്ക് എടുത്തതേ ഉള്ളൂ. ഇത് ഞാന് മാതാജി ഇപ്പോഴും ബുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മാതാജി ഇഷ്ടംപോലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതല്ലേ. മാതാജിക്ക് ബുക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാതാജി ഒരു സമയം പോലും ക്ലാസ് എടുക്കാതെ അതെ, ഒരു അതെ, ഒരു ക്ലാസ്സിൽ സമയം അറ്റൻഡ് പോലും ചെയ്യാതിരിക്കുന്ന ഒരു സമയമില്ലല്ലോ. മിനിറ്റ് പോലും മാതാജി ക്ലാസ് ഇല്ലാതിരിക്കലില്ല. 4-5 പിന്നെ എന്തൊക്കെ ബുക്ക് ക്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ ഹരേ മാതാജിയുടെ കൃഷ്ണ പ്രഭുവേ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെ മാതാജിക്ക് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളാൻ പറ്റും. ഇത്രയും ക്ലാസ്സിന്റെ വ്യത്യസ്തങ്ങളെ ക്ലാസ്സിന്റെ നോട്ടുകളും ഇതെല്ലാം എനിക്ക് കൂടി പക്ഷേ എഴുതുവാൻ. എനിക്ക് ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്സംഗവും ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഭ്രാന്താ മാതാജി. അങ്ങ് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ കുത്തിയിരിക്കും. എനിക്ക് ഭ്രാന്ത് പോരാ. അതെ. അത് ശരിയാണ്. അത് നല്ലതാ. വേണം എനിക്ക്. അപ്പൊ അതാണ് ശരിക്കുള്ള റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മാതാജി പറഞ്ഞ പരമാത്മ റിയലൈസേഷൻ അല്ല, ഭഗവാൻ റിയലൈസേഷൻ. അപ്പൊ അടുത്തത് അപ്പൊ ഈ മാതാജി ഇവിടെ പറഞ്ഞതിന്റെ സംഗ്രഹം എന്താന്ന് പറഞ്ഞാൽ, പരമസത്യം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരേ ഒരു കാര്യമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയുള്ളെല്ലാം മിഥ്യയാണെന്ന് നമുക്കറിയാം അല്ലേ. ഒരേ ഒരു സത്യമേ ഉള്ളൂ ഈ അതെ. പ്രപഞ്ചത്തിൽ മുഴുവൻ. സത്യം പരം ധീമഹി. ആർക്കാണ് ആ ധീമഹി. ശ്ലോകം സത്യം പറയാണ്ട് പരം പറ്റുന്നത്? ധീമഹി. സത്യം പരം. അതിന്റെ ആദ്യം എന്നാ പ്രഭു ഞാൻ പറയാ? ജന്മാദ്യസ്യാണോ? ജന്മാദ്യസ്യ. ജന്മാദ്യസ്യാണോ? ആ. ഞാൻ പറയാം. ജന്മാദ്യസ്യേതോ അന്യയായതിരദാചാർദേശ വിജ്ഞാസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദി കവയെ മുഹ്യന്തി യസ്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ താമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം സത്യം പരം പരം ധീമഹി. സത്യം സത്യം പരം പരം ധീമഹി. ധീമഹി. അതുപോലെ തന്നെ സത്യം സത്യം പുനഃസത്യം ഉദ്ധൃത്യ ഭുജമുച്യതേ വേദാശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത് പരം. ഇത് എത്ര പേര് കേട്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ? അത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. അതൊന്ന് പറയണേ പ്രഭു. ഒന്ന് രാധിക ഒന്നുകൂടെ മാതാജി പറയണേ. കേട്ടിട്ടില്ല? ഞാൻ ഇല്ല, ഓർക്കുന്നില്ല, കേട്ടായിട്ട് ഓർക്കുന്നില്ല. ജന്മാദ്യസ്യ അല്ല പ്രഭു. അല്ല, അതല്ല, ഇതെല്ലാരും ജന്മാദ്യ കേട്ടിട്ടുണ്ട്. പത്മ മാതാജി ശ്ലോകം അല്ല, ഞാനിപ്പോ പറഞ്ഞത് എവിടെ നിന്നുള്ളതെന്നറിയോ? അത് ഭാഗവതത്തിലെ ശ്ലോകമല്ല, ശ്രീകൃഷ്ണാവതാരത്തിലെ. അല്ലല്ല. സത്യം 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 പുനഃസത്യം. സത്യം പുനഃസത്യം. വീണ്ടും വീണ്ടും ഞാൻ സത്യമായിട്ട് പറഞ്ഞു. ഉദ്ധൃത്യ ഭുജമുച്യതേ, ഞാൻ വീണ്ടും ഉറക്കെ പറയുന്നു. ഭുജമുച്യതേ വേദാശാസ്ത്രം പരം നാസ്തി. വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം പറയുന്നു. ന ദൈവം കേശവാത്പരം. കേശവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന്. ന ദൈവം കേശവാത്പരം. കേശവനപ്പുറത്ത് വേറൊരാളും ഇല്ല. അതാണ് പരമസത്യം, സുപ്രീം എന്ന് പറയുന്നത്. നമ്മളിത് എവിടെയാണ്? വിഷ്ണു സഹസ്രനാമ സ്തോത്രം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. അതിൻ്റെ അകത്താണ് ഇത് പറയുന്നത്. വായിച്ചിട്ടുണ്ട്. സ്തോത്രത്തിലുണ്ടോ? എങ്കിലും നോക്കിയെടുത്തോളാം. അതിനകത്തുണ്ട്. അല്ലെ അത് ഒന്ന് തുടങ്ങുന്ന പ്രഭു എങ്ങനെയാന്ന് ഞാൻ പറയാം. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗ സത്യം സത്യം വദാമിഹം. വീണ്ടും പറയാണ്, സത്യം സത്യം പുനഃസത്യം ഉദ്ധൃത്യ ഭുജമുച്യതേ വേദാശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത് പരം. ന ദൈവം കേശവാത് പരം. ന ദൈവം കേശവാത് കണ്ടതായിട്ട് പരം. ഓർമ്മയില്ല പ്രഭു. അപ്പം ഭഗവാനാണ് പരമസത്യം. ഞാൻ എത്രയോ പണ്ട് എന്തായാലും പഠിച്ചു പ്രഭു വെച്ചിരിക്കുന്നതായതുകൊണ്ട് അത് എനിക്ക് ഇട്ടേക്കണേ. ഓർമ്മയാണ്. കേട്ടോ, അത് എത്രയോ ഇട്ടേക്കണേ. പണ്ട് ഞാനിത് വിഷ്ണു സഹസ്രനാമ ബൈഹാർട്ടായിട്ട് അറിയാവുന്ന ഇപ്പം അറിയില്ല കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഡൽഹിയില് മറ്റേ ഒരു അമ്പലം ഉണ്ടല്ലോ, ആർക്കേപുരത്ത് അയ്യപ്പന്റെ അമ്പലം, അവിടെ ഇരുന്നാണ് ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കാനൊക്കെ പഠിക്കുന്നതും. ആ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ആ ബുക്ക് ഇപ്പൊ എവിടെയോ ഉണ്ട്, ഖത്തറിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഞാൻ ചെറിയ ബുക്ക്. ഇപ്പൊ ഇതൊന്നും ജപിക്കുന്നില്ല പ്രഭു. അപ്പൊ ഹരേ കൃഷ്ണ അതിനകത്തുണ്ട് മഹാമന്ത്രം കുറേ ജപിക്കുന്നു. സൂര്യസ്തോത്രം ഉണ്ടല്ലോ. അതരവിരവതൻ നിരീശ്വരാമം ഉദിതമന പരമം പ്രഹിഷ്യമാണ് നിശിചര പതിസംശയം വിദിത്വ സുരഗണമധ്യഗതു വജസ്ഥിരി. നമ്മൾ ഈ സന്താപനാശകര ആയ മലയാളത്തിൽ പറയുന്നതിന് അവിടെ സംസ്കൃതത്തിലുള്ളത് ഇതാണ്. അപ്പൊ അതറിയാം, മലയാളത്തിൽ അതറിയില്ല. സന്താപനാശകരായ അതുപോലെ തന്നെ നമോ നമഃ, ലക്ഷ്മി അഷ്ടോത്തര അന്ധകാരാന്തകരായ. സ്തോത്രമുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു പഞ്ചായത്ത് സ്തോത്രമുണ്ട്. അങ്ങനെയാണ് വിഷ്ണു പഞ്ചായത്ത് സ്തോത്രം. എങ്ങനെ ഞാൻ ഇന്നാളെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. എന്തായിരുന്നു? ഞാൻ എനിക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഓർമ്മയുണ്ടോ?
ഓർമ്മയുണ്ട്, തന്നിട്ടുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ തുടങ്ങുന്ന ചോദിച്ചാൽ മറന്നുപോയി. തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, പരമസത്യം എന്ന് പറയുന്നത് അതിനെപ്പറ്റി മനസ്സിലാക്കിയ ഒരാൾക്ക് ഭക്തിപരമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ കർമ്മവും നന്നായി അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പരമസത്യം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ മനസ്സിൽ വെളിവാക്കപ്പെടും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പരമസത്യം ഇതാണെന്ന് മനസ്സിലാക്കും. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നമുക്ക് തെറ്റ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് മനസ്സിലാകും ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇതാണ് ഡയറക്റ്റ്ലി. ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റാതെ വരും അല്ലേ, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും. ഗുരുവിനെ സ്വീകരിച്ച ആൾക്കാർ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചില സാഹചര്യത്തിൽ എൻ്റെ സാഹചര്യം ഇതായി പോയി, അതുകൊണ്ട് ഞാൻ ഈ തെറ്റ് ചെയ്യുകയാണ്, പക്ഷെ ഇത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ഭാവത്തിൽ കൂടെയും ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചിട്ട് നിരന്തരം എല്ലാ ദിവസവും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ല ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, അങ്ങനെയല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പരമസത്യം ഭഗവാനാണെന്ന് ഗ്രഹിച്ചവർക്ക് ഈ സത്യത്തിൻ്റെ വഴിയും അതുപോലെ തെറ്റിൻ്റെ വഴിയും വേർതിരിച്ച് അറിയാനായിട്ട് സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. ഇതാണ് സത്യം, ഇതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമുക്ക് വരുന്ന വിഷയങ്ങൾ, ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം മിഥ്യയാണ്. അതായത് ഞാനിന്ന് അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. അപ്പം അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയവങ്ങളിലോ ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരാളുടെ മനസ്സ് ഒരിക്കലും ഇന്ദ്രിയങ്ങളിലോ അതുപോലെ തന്നെ ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഭൗതിക ഇന്ദ്രിയ ആസ്വാദനത്തിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നില്ല. നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് അസാധ്യമാണ് അല്ലേ. കാറ്റിനെ വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന അർജുനന് ഈ പഞ്ചേന്ദ്രിയങ്ങളെയും ആറാമത്തെ ഇന്ദ്രിയം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണല്ലോ ഭഗവാൻ ആ രഥത്തിനെ തന്നെ ശരീരമാക്കിയും ഭഗവാൻ തന്നെ എന്താണ് പരമാത്മാവായിട്ട് ഉള്ളിലിരിക്കുന്ന ജീവാത്മാവായിട്ട് അർജുനനും ഇരിക്കുന്നു. ആ കടിഞ്ഞാണ് 5 ഇന്ദ്രിയങ്ങള്, 5 കുതിരകള്. അപ്പോൾ ആ കടിഞ്ഞാൺ എടുത്തിരിക്കുന്ന ആരാണ്? ഭഗവാന്റെ കൈകളിലാണ്. അതല്ലേ ഭഗവത്ഗീതയുടെ റെപ്രസെൻറ്റേഷൻ തന്നെ. അപ്പം നമ്മളെല്ലാം തന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാണ്ട് നമ്മൾ ഭഗവാനെ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പോകാതെ തന്നെ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടാതെ തന്നെ ഭക്തിപുരസരമായ പ്രവർത്തന ഈ കർമ്മയോഗം നമ്മളെ പഠിപ്പിക്കുക. ഭക്തിപുരസരമായ കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. അത് നമ്മുടെ യോന്ത പ്രവിശ്യ പറഞ്ഞ പോലെ ഭഗവാനെ അത് നിയന്ത്രിക്കാൻ കടിഞ്ഞാണ് അങ്ങോട്ട് ഏർപ്പെടുത്തുക. പിന്നെ വരുന്നതൊക്കെ അതൊക്കെ ഭഗവാന്റെ കൈകളിലാണ്. ആ കടിഞ്ഞാണ് ഞാനല്ല ഇത് ചെയ്തത്, ഇത് ഭഗവാന്റെ ഇച്ഛയാലാണ് ചെയ്തതെന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടി അങ്ങ് പോവുക. ഒരിക്കലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ മെനക്കെടുകയും ചെയ്യരുത്, പരാജയപ്പെടുകയുള്ളൂ. അപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ കൈകളിലേക്ക് കടിഞ്ഞാണ് ഏൽപ്പിക്കുക. ഭക്തിപരസരമായ കർമ്മങ്ങൾ ചെയ്തു പോകുമ്പോൾ തനിയെ ഈ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണാതീത വഴിയെ വന്നുകൊള്ളും. അല്ലെങ്കിൽ ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല. ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ഒരു പ്രവൃത്തിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മനസ്സ് പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് അങ്ങ് ഒരുങ്ങുവാണ്. ഒരുങ്ങിക്കഴിയുമ്പോൾ ഞാനൊരു ക്ലാസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞു, അതോട് പറഞ്ഞിട്ട് നിർത്തിയേക്ക സമയമായി വരുന്നു. ഒരാളൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പം ആത്മഹത്യ ചെയ്യാനായിട്ടുണ്ടാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ് അല്ലേ. ഭഗവാൻ കാലസ്വരൂപമല്ല, ആ ടൈമിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ആ ഒരു ടൈമിന്, ആ ഒരു സെക്കൻഡ് സമയത്തെ നമ്മൾ അതിജീവിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങൾ മാറുകയും അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തുമില്ല. നമ്മൾ കയറെടുത്തിരിക്കുക തൂങ്ങാനായിട്ട് അല്ലേ, ഇങ്ങനെ ഇട്ടിരിക്കുക, ആ സ്റ്റൂൾ അങ്ങ് തട്ടി മാറ്റാൻ ഉള്ള ആ ഒരു സെക്കൻഡിനുള്ള ഒരു ചിന്തയല്ലേ,
ആ തട്ടി മാറ്റാതിരിക്കണം. വെയിറ്റ് എ മിനിറ്റ് എന്ന് ചിന്തിക്കുക. വെയിറ്റ് എ മിനിറ്റ്. ഈ ആത്മഹത്യയിൽ നിന്നെല്ലാം വിട്ടുമാറും. എത്ര പേര് ഭഗവത്ഗീത നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ? ഭഗവത്ഗീത അവിടുത്തെ ഈ ഹോട്ടലിൻ്റെയൊക്കെ ഈ ഷെൽഫിൽ ഒരു ഭഗവത്ഗീത ഇരുന്ന ശ്രീല പ്രഭാതറിൻ്റെ ആ ഭഗവത്ഗീത എടുത്ത് വായിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞവർ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞ പോലെ വെയിറ്റ് എ മിനിറ്റ് എന്നുള്ള ഫോർമുലയാണ് ഈ ആചാര്യൻ പറഞ്ഞത്. വെയിറ്റ് എ മിനിറ്റ്. അതുപോലെ തന്നെ നമ്മൾ ക്രോധം തോന്നി, ഭയങ്കരമായിട്ട് ക്രോധം തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കത്തി എടുത്ത് ഒരാളെ ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ ഒരുങ്ങുക. വെയിറ്റ് എ മിനിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഈ നമ്മളുടെ ഈ ക്രോധങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നങ്ങ് ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ ഇതങ്ങ് പോകും. പിന്നെ ആ ഒരു സാഹചര്യം മാറും. ഒരു വലിയ കൊലപാതകം, നമ്മൾ വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഈ ഒരു ഒറ്റ മിനിറ്റ് നമ്മൾ ലാഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വർഷങ്ങൾ, ജീവിതാന്ത്യം വരെ, ജീവപര്യന്തം വരെ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ പറഞ്ഞ വാക്കും എന്നെ കൈവിട്ട് പോയ കല്ല് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ പഴഞ്ചൊല്ലി പറയുന്നില്ലേ? നമ്മൾ ചില കാര്യങ്ങൾ ദേഷ്യം വന്നിട്ട് നമ്മൾ വായി തോന്നുന്ന എല്ലാം അവഖ്യാതികൾ ചിലരെ വിളിച്ചു പറയും. ചിലപ്പം അമ്മായിയമ്മ മരുമകൾ തിരിച്ച് അമ്മായിയമ്മയാകാം, അച്ഛനും മകനും കൂടെ ആകാം. ഇത്ര നമ്മൾ കണ്ടോ? അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഒറ്റ മിനിറ്റ്. നമ്മൾ വെയിറ്റ് എ മിനിറ്റ് എന്നുള്ള ഫോർമുല കൊണ്ടുവരിക. നമ്മളിങ്ങനെ കോപം കൊണ്ട് ഇങ്ങനെ തിളച്ച് നിൽക്കുക, എന്താ ചെയ്യാൻ പറ്റാൻ? കുറേ ചീത്ത പറയണം, അല്ലെങ്കിൽ കൈ കിട്ടുന്ന എടുത്ത് ഉപദ്രവിക്കണം. അങ്ങനെ ഇരിക്കും വെയിറ്റ് എ മിനിറ്റ് ഫോർമുല. അത് ഈ ഭൗതികതയുള്ളവർ, കൃഷ്ണാബോധത്തിലുള്ളവർ ഈ വെയിറ്റ് എ മിനിറ്റ് ഇല്ല. കൃഷ്ണാബോധക്കാർ ഒരു മിനിറ്റ് വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ, ആരതി ചെയ്യാനായിട്ട് പോവുകയാണ്. വെയിറ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആരതി പിന്നെ നടക്കില്ല. നാമം ജപിക്കാണ്ട് പോവാം. വെയിറ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നാമം അന്ന് ജപിക്കാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറാണ്ട് പോകും. വെയിറ്റ് എ മിനിറ്റ്. അന്നത്തെ ക്ലാസ് അങ്ങ് പോയി കിട്ടി. അപ്പോഴത്തേന് വേറെ എന്തെങ്കിലും ഒരു കോള് വന്നു, ആരെങ്കിലും വീട്ടിൽ വിരുന്നുകാർ വന്നു. രാധിക മാതാജിക്ക് ഒക്കെ ഇപ്പം മിക്കവാറും വിരുന്നുകാരാണ്. സവിതാ മാതാജിക്ക് എന്താണ് എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളുടെ ആ വെയിറ്റ് എ മിനിറ്റ് വെച്ച് കഴിയുമ്പം നമ്മളുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ കുറേ സത്സംഗങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് മാതാജിക്ക് സന്തോഷമായോ? എപ്പോഴും അല്ല പ്രഭു, ആരെങ്കിലും വരുമ്പോ വീട്ടിൽ വരുമ്പോ വരണ്ടാന്ന് പറയാൻ അതെ, പറ്റില്ലല്ലോ. ശരിയാണ്. അപ്പൊ അത് എങ്ങനെ ഈ ക്ലാസിന്റെ സമയത്ത് വരാതിരിക്കാനായിട്ട് അവർ വന്നോട്ടെ, വിരുന്നുകാരൊക്കെ വരുന്നവർ വളരെ നല്ലതാണ്. പക്ഷെ ഈ ക്ലാസിന്റെ സമയത്ത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലേ. അപ്പോൾ ഈ വെയിറ്റ് എ മിനിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം വരും അല്ലേ. അപ്പോൾ നമുക്ക് കൃഷ്ണാവബോധത്തിൽ ആ വെയിറ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. വെയിറ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ മായ നമ്മളെ കയറി പിടിക്കുക. ആ മിനിറ്റിന്റെ സമയത്ത്, ആ മിനിറ്റിന്റെ ഒരു ലവമാത്ര സാധുതങ്ങ ഞാനിപ്പോൾ ഡ്രാമ ആ മിനിറ്റിന്റെ 11 അംശത്തിൽ കയറി മായ നമ്മളെ പിടിക്കും. ഭൗതികതയിലുള്ള ആൾക്കാർക്ക് ഈ വെയിറ്റ് എ മിനിറ്റ് ഫോർമുല വളരെ നല്ലതാണ്. കാര്യം കാമക്രോധ ലോപമോഹ മതമാത്സ, ഈ കാമത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഈ ക്രോധവും ഇതെല്ലാം. കാമം, നമ്മൾ പല ആഗ്രഹങ്ങളും. പ്രഭു പറഞ്ഞത് ശരിയാ. നമ്മൾ നാമം ചെല്ലാനായിട്ട് മാലയൊക്കെ അപ്പോഴായിരിക്കും വെളിയിൽ എന്തെങ്കിലും ശബ്ദം ഒന്ന് വിളിക്കുന്ന ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ അന്നത്തെ നാമജപം നാമം തീർന്നു. ചെല്ലും. അന്നത്തെ അവര് തീർന്നു. കഥ പറഞ്ഞു അവര് വരുമ്പോ കയറി ഇരിക്കാൻ പറയണ്ടേ, കയറി ഇരിക്കാൻ പറഞ്ഞു, അവരുടെ കേട്ടു. പിന്നെ അവർക്ക് ഉള്ള ചായ കൊടുത്തു എന്ന് വേണ്ട. ചുരുക്കം ജപം നടക്കത്തില്ല. അതെ. അപ്പം അങ്ങനത്തെ നടക്കത്തില്ല. വെയിറ്റ് നമ്മുടെ എ മിനിറ്റ് ഫോർമുല. പിന്നെ മനസ്സിന് ഒരു ഇത് വരും. അവരുടെ കഥകൾ കേട്ട് നമ്മുടെ മനസ്സും പോകും. അതെ, പിന്നെ ഞാൻ മറ്റേ സ്റ്റോറി പെട്ടെന്ന് പറഞ്ഞേക്കാം. സമയം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, വളരെ ബൃഹത്താണ്. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് ഒതുക്കാൻ സമയം തീർന്നു. അപ്പം ആരാണ് രാധാറാണി എന്ന് ചോദിച്ചു ഞാൻ ഈ പറഞ്ഞ ചാനലിലുള്ള ആള്. കാര്യം ഞാൻ കണ്ട ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന, അതായത് ഞാനിത് ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരുന്ന് കരയുന്നു. ഇതിന്റെ ഞാൻ യൂട്യൂബ് ഇങ്ങനെ സാപ്പ് ചെയ്ത് വിട്ടപ്പോൾ, ടിവിയിൽ യൂട്യൂബ് ഇങ്ങനെ ഓടിച്ച് വിട്ടപ്പോൾ കരഞ്ഞു. എന്താണ് ഇവർ കരയുന്നതെന്ന് അറിയണ്ടേ. അങ്ങനെ ആദ്യം കണ്ടതാണ്. അപ്പൊ ഇവരെന്തിനാ കരയുന്നതെന്ന് നോക്കിയപ്പം വ്രജവാസിയാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഇന്റർവ്യൂ ചെയ്യാൻ ആള്, ഈ TV ചാനലുകാരൻ ഒരു വ്രജവാസിയെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വ്രജവാസി പറയുന്ന കാര്യങ്ങള് പറഞ്ഞു കേട്ടിട്ടാണ് ഈ അവതാരകൻ, ഈ ആങ്കർ, ഫിലിം സ്റ്റാറും അതുപോലെ തന്നെ വലിയ ഇതിലൊക്കെ ഈ മോഡലിങ്ങിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ പയ്യൻ ഇരുന്ന് കരയുന്ന എന്താണെന്ന് വിചാരിച്ച സിനിമാ നടനെ പോലെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ കരയുന്ന കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് അറിയേണ്ടത് ശ്രദ്ധിച്ചാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പം ഹൂ ഈസ് രാധാറാണി, ആരാണ് രാധ എന്ന് ഈ ടെലിവിഷൻ ചാനലുകാരൻ ചോദിക്കുമ്പം രാധ എന്ന് പറയുന്നത്
എന്താണ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന്, നഷ്ടപ്പെട്ട മകന് വേണ്ടിയിട്ട്. അപ്പം ഈ നമ്മളുടെ ഉള്ളിലുള്ള ഭക്തി, പ്രേമം, ഭാവം, അതുപോലെ തന്നെ സ്നേഹം, നമുക്ക് പലതരത്തിലുള്ള സ്നേഹമുണ്ട്. മക്കളോടുള്ള സ്നേഹം, ഭർത്താവിനോടുള്ള ഭാര്യയോടുള്ള സ്നേഹം, പ്രേമം, ദയ, വാത്സല്യം, ഇതിനെ എല്ലാം കൂടെ കൂടി ഒരു മൂർത്തിയുടെ ഭാവമാക്കി വെച്ച് അതിന് സാരി ഉടുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് രാധയായി. കാര്യം ഇതെല്ലാം തന്നെ രാധയാണ്. അതായത് നമ്മൾ രാധയുടെ നാമം ജപിക്കാണ്ട് നമ്മൾ ക്വാളിഫൈഡ് അല്ല. ശ്രീലപ്രഭാതർ ഇവിടെ ചോദിക്കുമ്പോൾ ഹൂ ഇസ് രാധ എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകർ ഉടനെ തിരിച്ചു ചോദിച്ചു, ഹൂ ആർ യു ടു ആസ്ക് അബൌട്ട് രാധാറാണി? ഐ ആം നോട്ട് ക്വാളിഫൈഡ് ടു സ്പീക്ക് അബൌട്ട് രാധാറാണി. ഞാൻ രാധാറാണിയെ പറ്റി പറയാനായിട്ട് ഒരു യോഗ്യത എനിക്കില്ല എന്ന് ശ്രീലപ്രഭാതർ പറഞ്ഞതാണ് അമേരിക്കയിൽ പോയപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ. അപ്പം എന്ന് പറഞ്ഞ പോലെ അപ്പം അത്രയും ഉയർന്ന പൊട്ടൻസിയാണ്, അത്രയും ഉയർന്ന പ്രേമഭാവം, ഭക്തിഭാവം, സ്നേഹത്തിൻ്റെ ഒക്കെ മൂർത്തിഭാവമാണ് രാധാറാണി, അല്ലേ? അപ്പോൾ ഇങ്ങനെ ആ ഒരു കഥ, ഭഗവാനെ നമുക്ക് എങ്ങനെ സുഹൃത്താക്കാം? അപ്പം നമ്മൾ പല പല രസങ്ങളുണ്ട്. വാത്സല്യഭാവം, ഭഗവാനെ മക്കളാക്കാം, അങ്ങനെ ഇതിലെ ഭഗവാനെ സുഹൃത്താക്കാം. ഈ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഒരുപാട് ടോപ്പിക്കുണ്ട്, വലിയ ബൃഹത്തായ ഒരു കഥയാണ്. ഒരു കുട്ടി, ഒരു 10-12 വയസ്സായ കുട്ടിയാണ്. അതിന് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? അനാഥനായി ചേരിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിന് സ്കൂളിൽ പോയിട്ടില്ല, വസ്ത്രമില്ല. അപ്പം ചേരി നിവാസികളൊക്കെ ഇവനെ ഇറക്കി വിട്ടു അവിടുന്ന്. അപ്പോൾ അവരോടെല്ലാം ഭക്ഷണം തരാൻ ചോദിച്ച് അവരെല്ലാവരും ഈ ഭിക്ഷ എടുത്ത് തെണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. ആദ്യത്തെ കുറേ ദിവസങ്ങൾ അച്ഛനൊക്കെ അമ്മ മരിച്ചു പോയ ദിവസങ്ങളിലൊക്കെ ആരൊക്കെയോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ഇവനൊരു ബാധ്യതയാവില്ല, ഇവനെ അവിടെ നാട്ടി ഓടിച്ചു. അപ്പം ഈ കടത്തങ്ങളിലൊക്കെ കിടന്ന് ഈ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയി ആകെ വിഷമിച്ച് വന്ന് നമ്മളുടെ ഈ പറയുന്ന ഒരു ക്ഷേത്രം, കൃഷ്ണന്റെ ക്ഷേത്രമായിരുന്നു. അവരെയൊക്കെ പറയുന്ന കനയ്യാജി എന്നാണ്, അല്ലെ ഠാക്കൂർജി. ഭഗവാനെ പറയുന്ന ഠാക്കൂർജി അല്ലെങ്കിൽ കനയ്യ എന്ന് പറയും. കൊച്ചു കുട്ടിയെ ഈ വ്രജയിൽ പറയുന്നതാണ് കനയ്യ. അപ്പം അങ്ങനെ ഈ കനയ്യാജിയുടെ മന്ദിരമുണ്ട് ഇവിടെ. അപ്പം ഒരു അമ്മൂമ്മ അവിടെ ഇരുന്ന് കണ്ട നല്ല ഐശ്വര്യം തോന്നുന്ന അമ്മൂമ്മ ഭിക്ഷാടനത്തിനവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മൂമ്മയോട് ചോദിച്ചു എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു അമ്മൂമ്മയോട്. എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മൂമ്മ പറഞ്ഞു, കഴിക്കാനായിട്ട് എനിക്കിവിടെ കൃഷ്ണന്റെ കൃപ കൊണ്ട് ആരെങ്കിലുമൊക്കെ ഈ അവിടുന്ന് വരുമ്പോൾ, ചിലർക്ക് ഈ കുട്ടികളുണ്ടാകാത്തവരും അതുപോലെ തന്നെ പല കാര്യങ്ങളും നടക്കാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഭിക്ഷാടനത്തിലുള്ളവർക്ക് ദാനം കൊടുക്കും. ചിലർ ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. അപ്പം എന്താ അമ്മൂമ്മ എന്താ ഇവിടെ, അമ്മൂമ്മയ്ക്ക് വീടൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു വലിയ കൊട്ടാര സമൃദ്ധമായ ഒരു വീട്ടിൽ റാണിയെ പോലെ വാണുകൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു പോയപ്പം മരുമക്കളും കൂടി എന്നെ ആട്ടി ഇറക്കി. കാര്യം അത് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് എന്നെ വേണ്ടാതായി. ഞാൻ ഒരു ബംഗ്ലാവിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ചില സന്യാസിമാരൊക്കെ ഇവിടെ പോകുമ്പോൾ അവർ പറയുമ്പോൾ ഓരോന്ന് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരുപക്ഷെ ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ വീടില്ലാതിരിക്കാനായിട്ട് കാരണം ഉണ്ടാക്കി കാണും. അതുകൊണ്ട് ഞാൻ ഈ കർമ്മഫലം ഇപ്പം ഈ അമ്പലത്തിൻ്റെ ഈ തിണ്ണേ കിടന്നാണ് ഞാൻ ഉറങ്ങുന്നത്. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില കമ്പിളിയൊക്കെ കൊണ്ടുതരും. അങ്ങനെ അതൊക്കെ വിരിച്ച് ഓരോരുത്തരും ഓരോ ആവശ്യം സാധിക്കാനായിട്ട് ക്ഷേത്രത്തിൽ വരുമ്പോൾ ദാനം കൊടുക്കണമെന്ന് പറയുന്ന കാരണം ചിലർ പ്രസാദം ദാനമായിട്ട് തരും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നീ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന തരാം എന്ന് പറഞ്ഞ് അമ്മ അടുത്തിരുത്തി. അപ്പോൾ അമ്മ അപ്പുറം ടവലൊക്കെ ഇട്ട് കൊടുത്തു, നീ ഇവിടെ ഇരുന്നു. ഒരാളും ഈ കുട്ടിക്കൊന്നും കൊടുത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്നതിൽ നിന്ന് പ്രസാദം, ചിലർ ലഡു ആയിരിക്കും കൊടുക്കുന്നത്, അതിൻ്റെ ഒരു ശകലമൊക്കെ കൊടുത്തു. പക്ഷേ ഇതിന് വിശപ്പ് സഹിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഈ അമ്മമ്മയ്ക്ക് ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. കാര്യം ഇവരെ പറ്റിയൊക്കെ അറിയാവുന്ന ഒരു അമ്മൂമ്മ. അപ്പം അമ്മൂമ്മയുടെ അടുത്ത് ഈ കൂട്ടുകാരത്തി വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് ഒരാളെയും കൂടെ കൂട്ടിന് കിട്ടിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ വന്ന ആരോഗ്യം ഇല്ലാത്ത അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയപ്പോൾ ഞാനിവിടെ ഇരുന്നു, ഠാക്കൂർജി എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇരുത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്ക് ജോലി കൊടുക്കാം, ഞാൻ പൂക്കൾ ഉണ്ടാക്കി കൊടുക്കാം, പൂക്കൾ വിറ്റ് കഴിയട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ ഭിക്ഷാടനത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല, അവന് വയറ് നിറയാനുള്ള പോലും ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മറ്റേ അമ്മൂമ്മ എന്ത് ചെയ്തു, ഈ പൂക്കളൊക്കെ ചെയ്ത് കൊടുത്ത് ഇവിടെ ഇരുന്ന് വിറ്റ് അതിൻ്റെ കാശ് കൊണ്ട് നീ കഴിഞ്ഞു, എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ
എനിക്ക് തന്നാൽ മതി, മിച്ചം കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് പൂക്കളുടെ ഇത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പൂക്കൾ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അടുക്കൽ പൂക്കൾ വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത് ഡ്രസ്സ് നല്ലതല്ല, പിന്നെ ഈ കുളിക്കാനും മാറി കൊടുക്കാനും ഡ്രസ്സ് ഇല്ലല്ലോ, കുളിക്കാനൊക്കെയുള്ള സംവിധാനം ഇല്ലാത്ത കാരണം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആരും അങ്ങനെ വാങ്ങിക്കാതെ. അപ്പോൾ അവിടെ ഈ കടക്കാരൻ്റെ സ്റ്റാൾ ഇട്ടേക്കുന്ന കടക്കാരന് ഭയങ്കര അസൂയ, ഈ കുട്ടിയെ ഇങ്ങനെ ഓടിക്കുകയാണ്. വരുന്നവരുടെ അവൻ്റെ അടുക്കൽ നിന്ന് പൂ മേടിക്കരുത്, അവൻ അങ്ങനെ ഇങ്ങനെയാ, ക്ഷേത്രത്തിൽ കയറാൻ കൊള്ളത്തില്ലത്. അപ്പോൾ ഈ അമ്മൂമ്മയോട് വന്ന് ചോദിക്കും, എന്താണ് പണക്കാർക്ക് മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ കയറത്തുള്ളൂ, ഈ കനയ്യ അപ്പം അമ്മൂമ്മ പറയുന്ന ഠാക്കൂർജി പണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ അമ്മൂമ്മ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മളുടെ ഈ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ളവർക്ക് കയറാൻ പാടില്ല എന്നേ ഉള്ളൂ. ഠാക്കൂർജി ഒരുപോലെയാണ് കരുതുന്നത്. ഒരു കാര്യം ചെയ്യും, നീ അപ്പം ഈ കുട്ടിക്ക് ഒരു ചെരുപ്പ് പോലും ഇല്ല. അപ്പോൾ ഈ കുട്ടി വെയിലത്തൊക്കെ നിന്നിട്ട് ഒറ്റക്കാലിലേക്ക് ഇങ്ങനെ നിന്ന് കാല് പൊക്കിയിട്ടാണ് ഈ മാല വെക്കാൻ നിൽക്കുന്നത്. കാര്യം ചൂട് കാരണം ഒരു കാലിങ്ങനെ വെച്ചിട്ട് അത് പൊള്ളിക്കഴിയുമ്പോൾ അടുത്ത കാല് പൊക്കി വെക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെ ഈ അമ്മൂമ്മ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി നീ കിടക്കാൻ നേരത്ത് നീ ഠാക്കൂർജി ആരാന്നോ ഒന്നും അറിയത്തില്ല, വിദ്യാഭ്യാസവും ഇല്ല, ഒന്നുമില്ല, നീ ഠാക്കൂർജിയോട് നീ കരഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിനക്ക് എന്താണ് ഒരു ചെരുപ്പിന് തരുമോന്നെങ്കിലും ചോദിക്കുക, എനിക്കൊരു ചെരുപ്പ് മേടിച്ച് തരാനായിട്ട് പറ്റുമല്ലോ എന്ന് ചോദിക്കുക, ഠാക്കൂർജിയോട് ചോദിക്കുക. അപ്പം ഈ കുട്ടി നല്ല ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട്, അറിയത്തില്ല ആരാ ഠാക്കൂർജി എന്നൊന്നും, കണ്ടിട്ടുമില്ല, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ കൃഷ്ണനാണ് ഠാക്കൂർജി എന്ന് മനസ്സിലാകുകയും ചെയ്തു. കൃഷ്ണനാണ് ഠാക്കൂർജിയുടെ പേര്, കൃഷ്ണനാണെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ കൃഷ്ണ, എനിക്കൊരു ചെരുപ്പെങ്കിലും തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം പറ്റുവാണെങ്കിൽ അത് നാളെ തന്നെ എനിക്ക് തരണം. അപ്പോൾ പിറ്റേ ദിവസം അറിയാതെ ഏകാദശിയായിരുന്നു. പിന്നെ ഏകാദശി ദ്വാദശി ഇങ്ങനെ കാട്ടുകോഴിക്ക് എന്തോ ഓണോ സംക്രാന്തി എന്ന് പറഞ്ഞ അവസ്ഥയല്ലേ. അപ്പം അങ്ങനെ ഈ പിറ്റേ ദിവസം ഏകാദശിയുടെ അന്നായിരുന്നു. അപ്പോൾ ഏകാദശിയുടെ അന്ന് മാത്രം എവരി 15 ഡേയ്സും വരുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. വ്യാപാരി ഇങ്ങനെ ക്ഷേത്രത്തിൽ ഈ പൂക്കടയിൽ നിന്ന് പൂവും മേടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടി ഒറ്റക്കാലിൽ നിന്നിട്ട് ഇങ്ങനെ ഒത്തി വന്ന് മാല വേണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം മാല വേണ്ട, ഞാൻ ഓൾറെഡി മേടിച്ചു. മാല ഇങ്ങനെ ലഡ്ഡു പ്രസാദമൊക്കെ ഭഗവാന് നിവേദിച്ചിട്ട് എല്ലാവരും കൊണ്ടുപോകില്ല, അങ്ങനെ കുറേ പ്രസാദങ്ങളൊക്കെയാണ്. അപ്പം എന്താണ് നീ ഒറ്റക്കാലിൽ നിന്ന് ചാടുന്നത്, കാല് വല്ലാട്ട് പൊള്ളുന്നെന്ന് പറഞ്ഞു. അപ്പം മറ്റേ അവിടെ നിന്ന് അയാൾ വിളിച്ച് പറയുന്നുണ്ട്, അവൻ പറയുന്നൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു, ഇയാൾ എന്ത് ചെയ്യുന്നു, നേരെ ആ പൂജാപാത്രങ്ങൾ മാലകളെല്ലാം കൊണ്ടുപോയി കടയിൽ കൊണ്ട് നോക്കാൻ ഏൽപ്പിച്ചിട്ട് അയാൾ അപ്പുറത്ത് പോയി ഒരു ചെരുപ്പ് കടയിൽ പോയി കണ്ടുപിടിച്ച് അവിടെ നിന്നൊരു 2 ചെരുപ്പുമായിട്ട് ഇവൻ ഏകദേശം അളവ് പറ്റുന്ന 2 ചെരുപ്പുകളായിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോഴത്തേനും ഈ കുട്ടി എന്ത് ചെയ്യുന്നു, അതേപടി എന്താ പറയുക, ഇങ്ങേരുടെ ഈ വ്യാപാരിയുടെ കാലിൽ അങ്ങ് വീണ് നമസ്കരിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളമെല്ലാം കാലിലേക്ക് വരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് സഹിക്ക വയ്യാതെ ഇയാൾ അങ്ങ് പിടിച്ച് ഉയർത്തുന്നു കുട്ടിയെ. നീ എന്താ ഇങ്ങനെ ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങ് കൃഷ്ണനല്ലേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞു, എൻ്റെ പേര് കൃഷ്ണൻ എന്നല്ല എന്ന് പറഞ്ഞു. അല്ല, അങ്ങ് കൃഷ്ണനാണെന്ന് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞിട്ടും ഈ കുട്ടി സമ്മതിക്കുന്നില്ല. നീ എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഇന്നലെ ഠാക്കൂർജി എന്ന് പറയുന്ന ആള് കൃഷ്ണനാണെന്ന് ഈ അമ്മൂമ്മ പറഞ്ഞ് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഇന്നലെ കരഞ്ഞ് പറഞ്ഞു എനിക്കൊരു ചെരുപ്പ് കൊണ്ടുത്തരണേന്ന്. അപ്പോൾ അതുകൊണ്ടല്ലേ നീ എനിക്ക് ചെരുപ്പ് കൊണ്ടു തന്നേന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല, അതെ, ഠാക്കൂർജി കൃഷ്ണൻ തന്നെയാണ്. ആ കൃഷ്ണൻ എന്നോട് ഇന്നലെ പറഞ്ഞു, നീ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്, 2 ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാണ്ട് എന്നോട് പറഞ്ഞു, അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ ചെരുപ്പ് കൊണ്ടു തന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇവന്റെ കയ്യിൽ നിന്നുള്ള മുഴുവൻ മാല മേടിക്കുന്നു. അന്നത്തെ ദിവസം മുഴുവൻ വയ്ക്കാൻ കൊടുത്ത് മാല മേടിച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നു. അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ പ്രസാദം എല്ലാം കുട്ടിക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യുന്നു, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോൾ ഈ കുട്ടി എന്താണ് വിചാരിച്ചിരിക്കുന്നത്, ഇത് എന്നിട്ട് ചോദിക്കുന്നു, അങ്ങ് ഠാക്കൂർജിയുടെ സുഹൃത്തല്ലേന്ന്. അപ്പം ഇതാണ് ഈ സ്റ്റോറി. അങ്ങോട്ട് ബാക്കിയുണ്ട്, ഒരുപാടുണ്ട്. അങ്ങ് ഠാക്കൂർജിയുടെ സുഹൃത്തല്ലേന്ന്. അപ്പം നമുക്ക് എങ്ങനെയാ ഇപ്പൊ ഠാക്കൂർജി ഒരാള് നമ്മൾ സുഹൃത്താക്കുന്ന മനസ്സിലായോ? ഇപ്പൊ വ്യാപാരി ഠാക്കൂർജിയുടെ സുഹൃത്തായി മാറി. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഭഗവാനെ സുഹൃത്താക്കാൻ പറ്റി. എത്ര ഈസി ആയിട്ട് നമ്മള് 2 ചെരുപ്പില്
എന്താണ് നമ്മൾ ഭഗവാന്റെ സുഹൃത്തായി മാറി. രണ്ടേ രണ്ട് ചെരുപ്പില് അല്ലേ? ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭഗവാനെ സുഹൃത്താക്കാൻ പറ്റും, മകനാക്കാൻ പറ്റും. വളരെ ഈസിയാണ് അല്ലേ? വെറും രണ്ട് ചെരുപ്പിന് എന്ത് വിലയുണ്ട്? അപ്പോൾ അത് ഞാൻ സ്റ്റോറി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകും. ഞാൻ വളരെ ഷോർട്ടിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പഠിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന് മക്കളില്ലാത്ത ആളായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ കഴിവെല്ലാം കണ്ടു കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്ത് മകനായിട്ട് ദത്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേറൊരു പെൺകുട്ടി ഉണ്ടാകുന്നു. അങ്ങനെ അതുവരെ കുട്ടികളില്ലാതിരുന്ന ഇവർക്ക് കുട്ടി ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ കമ്പനിയുടെയൊക്കെ ഫുൾ അധികാരം ഇവൻ ഏറ്റെടുക്കുന്നു. ഇവൻ ഭയങ്കര മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു ഈ കുട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവൻ താമസിച്ചിട്ടുള്ള ചേരിയിലുള്ള എല്ലാവർക്കും നല്ല വീട് പണിത് കൊടുക്കുകയും അവർക്കെല്ലാം ഈ കമ്പനിയിൽ ഫാക്ടറിയിൽ ജോലി മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. നോക്കി ആ കഥ പോയത് കണ്ടില്ലേ? ആ ഒരാളെ സുഹൃത്താക്കി ഭഗവാന്റെ സുഹൃത്തായി മാറി ആ സുഹൃത്ത് മുഖാന്തരം ഒരു വ്യക്തിക്ക് രൂപാന്തരം സംഭവിച്ചിട്ട് ഒരു ഗ്രാമം മുഴുവൻ, ഒരു ചേരി മുഴുവനും പരിവർത്തനം ഉണ്ടായ ആ ഒരു അവരെല്ലാം ഠാക്കൂർജിയുടെ ഭക്തന്മാരാക്കി മാറ്റി. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് വഴി തെളിച്ചത് ആരാണ്? അവിടെ ഇരുന്ന അമ്മൂമ്മ. അതായത് നമ്മളൊക്കെ ഗുരുവിന്റെ സ്ഥാനം പറയുന്നത് ഭഗവാനിലേക്ക് എത്തിച്ചു കൊടുത്ത ആ അമ്മൂമ്മയാണ് ഗുരുവിന്റെ സ്ഥാനത്ത് അല്ലേ? നമ്മൾ ഓരോരുത്തരും എന്താണ് ഭഗവാന്റെ സുഹൃത്താകാനായിട്ട് ഇങ്ങനെ സാധിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല, ക്ലാസ് തീരില്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് കരയും. അതിൻ്റെ ആ ഫുള്ള് അതേപടി പറഞ്ഞു. ഞാൻ കാരണം സമ്മറി ആയിട്ട് പറഞ്ഞുള്ളൂ. അത് കാരണം നിങ്ങൾക്ക് ആർക്കൊന്ന് പോകാൻ പറ്റത്തില്ല, എല്ലാവരും കരയും. ഞാനിരുന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് കരഞ്ഞു അത് കേട്ട് കഴിഞ്ഞ്. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല അവിടെ. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അത്രയല്ലായിരുന്നു ഉണങ്ങി. ഇനിയിപ്പോൾ കല്യാണം താമസിക്കുമെന്ന് പേടിക്കണ്ടല്ലോ, ഓൾറെഡി കല്യാണം കഴിഞ്ഞാണ്. അവിടെ ഇരുന്ന് ഞാനും ഇരുന്ന് ആ അവതാരകനും ഇരുന്ന് കരയുകയായിരുന്നു, ഞാനും ഇരുന്ന് കരയുകയായിരുന്നു. ഇരുന്ന് കേട്ട് 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 അനങ്ങാൻ പറ്റിയില്ല. എല്ലാം അങ്ങനെയായിരുന്നു. പരീക്ഷണങ്ങളാണ്. ഭഗവാൻ പരീക്ഷണങ്ങളാ ഭഗവാന്റെ എല്ലാം. നമുക്ക് അത് പാടോ? യു- നമ്മൾ പഠിക്കണം. നമുക്കൊക്കെ കൃഷ്ണ പ്രഭു അത് യൂട്യൂബിലാണോ അത്? ആ യൂട്യൂബിലാണ് ഞാൻ കണ്ടത്. നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരുമോ? ഞാൻ ഗ്രൂപ്പിലിട്ട് അത് കറക്റ്റ് കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു പോഡ്കാസ്റ്റ് ആണ്. വ്രജവാസിൽ ഹിന്ദി മനസ്സിലാകുന്നവർക്കുള്ള മനസ്സിലാവുള്ളൂ. അത് കുറച്ചുകൂടെ അറിയാം. മാതാജി അറിയാം. അല്ല, കുറച്ചുകൂടി ഡീപ്പ് ഹിന്ദിയാണ്. ഡീപ്പ് ഹിന്ദി അതായത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഹിന്ദി അല്ല, വ്രജവാസി ഭാഷയാണ് ഹിന്ദി. നമുക്ക് എനിക്കത് നമ്മള് പൊട്ടനാട്ടം പോലെ ഇരിക്കും. ഓവറോൾ എന്ന് മനസ്സിലായതേ ഉള്ളൂ. ഓവറോൾ ഞാൻ സിമിലർ ആയിട്ടുള്ള വീഡിയോസ് അയച്ചു തരാം. ചിലപ്പോൾ മാതാജിക്ക് അതിന് കണക്റ്റഡ് ആയിട്ട് വരും. അതിന്റെ ചുരുക്കം മനസ്സിലായില്ല പ്രഭു, ചുരുക്കം മനസ്സിലായില്ല. നമ്മള് ഭഗവാനെ അങ്ങനെ ഭഗവാൻ ഫ്രണ്ടായിട്ട് സ്വീകരിക്കുക. നമ്മള് പിന്നെ ഭഗവാനെ വിചാരിക്കുക ഏത് തരത്തിലായാലും. ഫ്രണ്ടോ ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് മകനോ ഓരോരുത്തരുടെ മുന്നിൽ വന്ന് ഭഗവാൻ ഓരോരുത്തരെയും വിട്ട് നമ്മളെ ഡെലിവറി ചെയ്യുന്ന നമുക്ക് അറിയത്തില്ല അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വ്യാപാരിക്ക് ഒരു ഒരുപാട് കുട്ടിയില്ലായിരുന്നു. അനുഭവങ്ങൾ വ്യാപാരി ഈ കുട്ടിയെ സഹായിച്ചത് കൊണ്ട് എന്താണ് ആ ഒരു കൃഷ്ണന്റെ സുഹൃത്താണെന്നാണ് ഈ കുട്ടി വലുതാകുമ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കനയ്യാക്ക ആണ് ബ്രദർ അല്ലേ, ഭായി. കനയ്യാക്ക ഭായി, കൃഷ്ണന്റെ സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? സ്വന്തം മകനായിട്ട് ദത്തെടുത്തിട്ടും കനയ്യാക്ക ഭായി എന്നുള്ള പേരിലാണ് ഇത്. ഈ കുട്ടിയെ അറിയാവുന്നവരെല്ലാരും തന്നെ പറയുന്ന കനയ്യയുടെ ബ്രദർ. എന്താ ചെയ്ത്? രണ്ട് ചെരുപ്പ്. കനയ്യാക്ക ഭായി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കനയ്യയെ ഭായി ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം ഏതൊക്കെ രീതിയിൽ ആ കനയ്യ നമ്മളെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക ഉള്ളിൽ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഗൗര നൈറ്റ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പോയിന്റ് അറിയാവുന്നവർ ഒരു പോയിന്റ് പറഞ്ഞു. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് സമയമില്ല. എനിക്ക് ഇനി ഡ്രാമ ഉണ്ട്, ലവമാത്ര സാധു സംഘം. അന്യ മാതാജിയാണ് അതെല്ലാം കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അല്ല മാതാജി, അല്ല പ്രഭു, നമ്മളെ ഈ ആധ്യാത്മികമായിട്ടുള്ളവർക്ക് ഈ ഭൗതികത്തിലെ യാതൊന്നിനോടും താല്പര്യം ഉണ്ടാകത്തില്ല. അവർക്ക് ഭഗവാന്റെ സേവനങ്ങളും ഭഗവാന്റെ കഥകളും മാത്രമേ താല്പര്യമുള്ളൂ. ഭൗതികമായിട്ടുള്ളവർക്ക് ഇതൊന്നും പോരാ. കടന്നു എവിടെ എന്ത് കിട്ടിയാലും
പോരാ, അവർക്ക് നേരം വെളുത്ത് അന്തി വരെ ഈ ജീവിതകാലം മുഴുവനും അതിനെപ്പറ്റി ചുറ്റിപ്പറ്റി നടക്കുന്നു. അതോടുകൂടി അവര് നരകത്തിലോട്ട് പോയിക്കൊണ്ടേ എല്ലാവരും പോയി പ്രഭു. വാഞ്ചകൽപ്പതയല്ലേ. വാഞ്ചാകൽപതരുപസ്യ കൃപാസിന്ധുഭ്യവച കൃപാസിന്ധുഭ്യവച പരിതാന പരിതാന ഭാവനേ അന്തകോടി വൈഷ്ണവ ഹരേ കൃഷ്ണ.